ശ്രീനാഥി നമസ്കാരം. തീർച്ചയായിട്ടും നമസ്കാരം. സ്റ്റാർട്ട് ചെയ്യാം. എന്നെ കാണാനില്ല അല്ലേ? ക്ലിയർ അല്ലേ ബസേട്ടാ? ശ്രീനാഥി, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ശ്രീചക്ര വിചിന്തനം ഭാവനോപനിഷത്തിലൂടെ നല്ല സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശ്രീവിദ്യയുടെ ഒരു സെഷൻ നടന്നിരുന്നു, ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട്. അതിന്റെ തുടർച്ചയായിട്ടുള്ള സെഷൻ അല്ല, കാരണം അതുമായി ബന്ധപ്പെട്ട് ഇനിയും സെഷൻസ് വേറെ വരാനുണ്ട്. പക്ഷേ ആ സമയത്ത് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കാണ് എങ്ങനെയാണ് ശ്രീവിദ്യയുടെ ഇതിലേക്ക് വരുന്നത്, ഞങ്ങൾക്ക് ശ്രീനാഥിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ശ്രീവിദ്യയിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പലപ്പോഴും പറഞ്ഞ മറുപടിയിൽ നിന്ന് നമുക്ക് ഈ ക്ലാസ്സിന്റെ ഒരു ഇൻട്രോ തുടങ്ങേണ്ടതുണ്ട്. കാരണം ശ്രീവിദ്യാ സമ്പ്രദായത്തിലേക്ക് വരാൻ വേണ്ടി ശ്രീനാഥ്ജി പലപ്പോഴും ആ ദീക്ഷ കൊടുക്കുന്നതിന് 2 ക്രൈറ്റീരിയ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഒന്ന്, ദേവി മഹാത്മ്യം പഠിപ്പ് നമ്മുടെ സെഷൻസ് ഉണ്ടാവാറുണ്ട്, അതിൽ നവാക്ഷരി ദീക്ഷ നൽകുന്ന ആളുകൾക്കും, അതുപോലെ ഈ ഭാവനോപനിഷത്തിന്റെ സെഷനിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും. എന്തുകൊണ്ടാണ് മറ്റുള്ള ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട്, ആ കോഴ്സുകളൊന്നും ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ 2 ഇതിലൂടെ വരുന്ന ആളുകൾക്ക് മാത്രമാണ് ചെയ്യാറ്. അതെന്താണെന്നൊക്കെ വിശദമായിട്ട് ശ്രീനാഥി തന്നെ പറയും എന്തുകൊണ്ടാണ്. കാരണം ഈ സെഷൻ കഴിയുമ്പോൾ ഭാവനോപനിഷത്തിന്റെ ഒരു ഏരിയ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഭാവനോപനിഷത്തിനെ നമ്മൾ ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം അത്ര ഉയർന്നൊരു ടെക്സ്റ്റ് കൂടിയാണ്. എന്തായാലും തഥാഗതയുടെ ഒരുപാട് പ്രോഗ്രാമുകളിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടും സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടും ഫിലോസഫി തത്വചിന്തപരമായിട്ടും ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളും നടക്കാറുണ്ട്. അതിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സെഷനാണ് ഭാവനോപനിഷത്തിന്റെ ക്ലാസ്. ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ഉയർന്ന ടെക്സ്റ്റുകളിൽ ഒന്നാണ് ഭാവനോപനിഷത്ത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സെഷൻസ് വെക്കുന്ന സമയത്ത് ശ്രീനാഥിയുടെ തിരക്കുകൾക്കിടയിൽ ഫ്രീ ടൈമുകൾ നോക്കും അതിൻ്റെ ഉള്ളിൽ. കാരണം വെച്ചാൽ മറ്റുള്ള സെഷൻസ് പോലെ സമ്മതിക്കാറില്ല ശ്രീനാഥി ഈ സെഷൻ എടുക്കാൻ. അതുകൊണ്ട് പലപ്പോഴും ഇത് ഡിലേ വരാറുണ്ട് പലപ്പോഴും ഈ സെഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നടത്തുമ്പോൾ ഇപ്പോൾ കട്ടിയിട്ടുള്ള ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സെഷനാണ് ഭാവനോപനിഷത്ത്. അപ്പോൾ സെഷനിലേക്ക് വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീനാഥ്, ഞാൻ അങ്ങനെ ഇതിൽ നോക്കുമായിരുന്നു സ്ക്രീനിൽ ശ്രീനാഥിനെ പരിചയമില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ശ്രീനാഥിയുടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ശ്രീനാഥിനെ പരിചയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എൻ്റെ അടുത്ത് ശ്രീനാഥിനെ പറ്റി പരിചയപ്പെടുത്തി തരും എന്നുള്ള അവസ്ഥയാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ് ശരിയായിട്ടില്ല, അവിടെ ഇന്നൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട തരത്തിലേക്ക് ഉള്ള ആൾക്കാരാണ് ഇതിന് മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ. എങ്കിലും ഒരു ഔപചാരികതയുടെ പേരിൽ ഞാൻ ഒരു ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യനാണ് അദ്ദേഹം, ഡോക്ടർ ശ്രീനാഥ് കാര്യമായിട്ട്. കാരണം 1-2 ആളുകളെങ്കിലും ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ ആൾക്കാരുണ്ട്, 1-2 അല്ല കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാര്യനും ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട് അക്കാഡമിയുടെ ചെയർമാനും ഋതംബരയുടെ ചെയർമാനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് വേണ്ടി എടുക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ പകലാന്നുണ്ട്. ഇപ്പൊ അദ്ദേഹം യുഎസിലാണ്. യുഎസിൽ നിന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരു UN-ന്റെ ഒരു കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യുഎസിലാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഇപ്പോൾ എനിക്ക് സൂമൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായി. പണ്ടൊക്കെ ആണെങ്കിൽ ശ്രീനാഥി നാട്ടിൽ വരണവർ 2-3 മാസം, ഇനിയിപ്പോൾ ഏപ്രിൽ അവസാനം മെയിലൊക്കെ ശ്രീനാഥി തിരിച്ചെത്തുള്ളൂ. അതുവരെ നമുക്ക് കാത്തിക്കേണ്ട ആവശ്യമൊന്നും. ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായി ഞാനൊരു സിറ്റുവേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീനാഥി, ഓവർ ടു യു. യെസ്, നമസ്കാരം. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ് മനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഓൺ ചെയ്യാം. വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ്, അതേപോലെ ഏറ്റവും ഭയമുള്ള ഒരു സബ്ജക്റ്റുമാണ് ഭാവനോപനിഷത്ത്. കാരണം ഭാവനോപനിഷത്ത് എടുക്കണം എന്ന് വിചാരിക്കുന്ന കുറേ വർഷങ്ങളായി, പക്ഷെ എടുത്തു തുടങ്ങിയത് അടുത്ത കാലത്താണ്. കാരണം പേടികൊണ്ടാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കാര്യം, എങ്ങനെയാണ് നമ്മളത് എത്ര നമ്മൾ നന്നായി ക്ലാസ് എടുത്താലും കുറഞ്ഞു അതിൻ്റെ ആ പൂർണ്ണതയിൽ എത്തിക്കാനാവുമോ എന്നുള്ളൊരു സംശയം കൊണ്ടായിരുന്നു.
പക്ഷെ അങ്ങനെ പേടിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതല്ലേ. അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭാവനനിമിഷത്ത് എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. രണ്ട് വാക്കുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഭാവന, രണ്ട് ഉപനിഷത്ത്. നമുക്ക് ആദ്യം ഉപനിഷത്ത് എന്നുള്ളൊരു വിഷയത്തെ ചർച്ച ചെയ്യാം. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്നൊക്കെയാണ്. ഭാരതം എപ്പോഴും അറിവിനെ സൂക്ഷിച്ചു വെച്ചത്, കൈമാറിയത് രണ്ട് രീതിയിലാണ്. ഒന്ന് പദ്ധതികളായിട്ടാണ്, ആചരണങ്ങളായിട്ട്. നമ്മളെ പൂജയായിട്ടും നമ്മളെ പദ്ധതികളൊക്കെ ആയിട്ട് നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഉത്സവമായിട്ടും തെയ്യായിട്ടും തെറയായിട്ടും ഇങ്ങനെ പല പദ്ധതികളായിട്ട് നമ്മൾ കൈമാറിയിട്ടുണ്ട്. റിലീജിയസ് എന്ന് പറയുന്ന സാധനം ഈ ആചരണങ്ങളാണ്. മതം നിലനിൽക്കുന്നത് സംസ്കാരത്തിലാണ്, സംസ്കാരം നിലനിൽക്കുന്നത് ആചരണങ്ങളിലാണ്. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഹിന്ദു ആണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിം ആണെന്നൊക്കെ തരംതിരിക്കുന്നത് അയാൾ ചെയ്യുന്ന ആചരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരാളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അയാൾ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്ന് കണ്ടാൽ മനസ്സിലാവുന്നില്ല. ഉണ്ടാവും കേട്ടോ, ചില ആൾക്കാർ അങ്ങനെ ആ ടിപ്പിക്കൽ വേഷം ധരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും. സാധാരണ ഒരു മനുഷ്യനെ കണ്ടാൽ മനസ്സിലാവില്ല. അവരെവിടെയാ പോണത്. ഞായറാഴ്ച നമ്മളിങ്ങനെ ഒളിച്ചെന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെ നോക്കുമ്പം ക്രിസ്ത്യൻ പള്ളി പോണ ആൾക്കാർ അയാൾ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാവും. മുസ്ലിം പള്ളി പോണ ആൾക്കാർ അത് മുസ്ലിം ആണെന്ന് മനസ്സിലാവും. എവിടെയും പോവാതെ വീട്ടിലിരിക്കുന്ന ആളെ കണ്ടാൽ അത് ഹിന്ദു ആണെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ മൂന്നാൾക്കാരെ മനസ്സിലാക്കുക. അവര് എവിടെയാണ്, ഏത് വിഭാഗത്തിലാണ് പെടുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുക എന്ന് പറയാം. അങ്ങനെയല്ല കേട്ടോ, ഹിന്ദുക്കളൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഞായറാഴ്ച മാത്രം ഭക്തിയുള്ള ആൾക്കാരല്ല. നമ്മളെ ഉള്ളിൽ എപ്പോഴും ഭക്തി ആയതുകൊണ്ട് നമ്മൾ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഞാൻ കളിയാക്കിയതല്ല. അങ്ങനെ ആചരണങ്ങളെ കൊണ്ടാണ് നമ്മൾ ഒരാള് എന്താണ്, അല്ലെങ്കിൽ അവരെ ആചരിക്കുന്ന ക്രമം നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. അതില് പദ്ധതികൾ അതുകൊണ്ട് ഭാരതം എപ്പോഴും ആചരണത്തിലൂടെയാണ് ഫിലോസഫിയെ കൈമാറിയത്. ഫിലോസഫിയെ ഒളിപ്പിച്ചു വെച്ചതാണ് ആചരണത്തിൽ. ഫിലോസഫിയെ കൈമാറാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ആചരണങ്ങളാണ്. കാരണം ഫിലോസഫിയെ പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ചിരുന്നെങ്കിൽ പുസ്തകം കത്തിപ്പോയാൽ അത് പോയി. പിന്നെ അതുമല്ല, എഴുത്തുവിദ്യയൊക്കെ വന്ന എത്ര കാലമായി? നമ്മൾ വ്യാപകമായി കടലാസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായിട്ടേ ഉള്ളൂ. കടലാസും പെന്നും വന്നിട്ട് വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ ഓലയിലൊക്കെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഓലയും കത്തിപ്പോവും, കുറേ കാലം കഴിഞ്ഞാൽ പോയിപ്പോ. ചെമ്പോലയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതും വളരെ കുറച്ച് കാര്യങ്ങൾ. നമുക്ക് മഹാഭാഗവതവും ഭാരതവും രാമായണമൊന്നും ചെമ്പോലയിൽ എഴുതാൻ പറ്റില്ല. അഥവാ രാമായണം കംപ്ലീറ്റ് ചെമ്പോലയിൽ എഴുതിയാൽ ആ രാമായണമായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ 2 പങ്കാളികൾ വിളിക്കേണ്ടി വരും. നമ്മൾ ഈ സാധനം തലയിൽ ഏറ്റി കൊണ്ടുവരാം. അത്രയും വെയിറ്റ് ഉണ്ടാവും അതിന്. ഇന്നിപ്പോൾ നമുക്കൊരു ഒരു ഒരു കിൻഡില് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി മൊത്തം നമ്മുടെ ഫോണിലുണ്ട്. ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത അതെ. 100 കണക്കിന് ജീവിതകാലം മുഴുവൻ വായിച്ചാൽ തീരാത്ത അത്രയും പുസ്തകം ഇപ്പോൾ എൻ്റെ ഫോണിലുണ്ട്. നമ്മൾ ഭാരതീയ ധർമ്മ പ്രചാര സഭേൻ്റെ ഡിജിറ്റൽ ലൈബ്രറിയിൽ എനിക്ക് തോന്നുന്നു ഒരു 250 കൊല്ലം ഞാൻ ഇരുന്ന് വായിക്കാനുള്ള പുസ്തകം അതിനകത്തുണ്ട്. അത്രയും ടെക്സ്റ്റുകൾ ഒരു ഫോണിൽ കൊണ്ടിറക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അതില്ല. അതുകൊണ്ട് ഭാരതം ഫിലോസഫിയെ കൈമാറാൻ ഉപയോഗിച്ചത് പദ്ധതികളായിട്ടാണ്. അപ്പം നമ്മൾ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കോപ്പി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ കോപ്പി ചെയ്ത് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കും. അങ്ങനെ 15,000 കൊല്ലം മുന്നുണ്ടായിരുന്ന, അല്ലെ 10,000 വർഷം മുമ്പുണ്ടായിരുന്ന, 1000 വർഷം മുമ്പുണ്ടായിരുന്ന ആചരണങ്ങൾ നമ്മളിങ്ങനെ കൈമാറി പോകുന്നുണ്ട്. നമ്മൾ വേണം എന്ന് വിചാരിച്ച് കൈമാറുന്നല്ല, നമ്മൾ ചെയ്യുന്നത് കണ്ട് കുട്ടികൾ അത് കോപ്പി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആചരണത്തെ കൈമാറാൻ ഏറ്റവും നല്ല വഴി ഞായറാഴ്ച ക്ലാസ്സിൽ കുട്ടികളെ പറഞ്ഞയക്കലല്ല, സ്വന്തം വീട്ടിൽ കുട്ടികൾ എന്താണോ ആചരിക്കേണ്ടത് അത് നമ്മൾ ആചരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ഭാരതത്തിൽ 3 ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറയും. 1 അധ്യാപകനാണ്, 2 ആചാര്യനാണ്, 3 ഗുരുക്കന്മാരാണ്. ഇതിൽ അധ്യാപകൻ എന്ന് പറയുന്നത് അയാള് നോളജിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ്. പുസ്തകത്തിലുള്ള അറിവിനെ നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് അധ്യാപകൻ. അയാൾക്ക് ഒരു അനുഭവം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അയാൾ അത് ആചരിക്കണം എന്ന് നിർബന്ധമില്ല. അധ്യാപകങ്ങളോട് പറഞ്ഞുതരും, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, നമ്മൾ സിഗരറ്റ് വലിക്കരുത് അല്ലെങ്കിൽ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ക്ലാസ് കഴിഞ്ഞ് ഇന്റർവെല്ലിന് ഇയാൾ അപ്പുറത്തേക്ക് മാറി നിന്ന് വലിച്ചു വിടുന്നതും കാണാം നമുക്ക്. കാരണം അയാളെ പണി ടെക്സ്റ്റിലുള്ളത് നമുക്ക് പറഞ്ഞു തരിക എന്നാണ്, ആചരിക്കുക എന്നുള്ള അയാളെ പണിയല്ല. അതുകൊണ്ട് അധ്യാപകർക്ക് ലോകത്ത് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അധ്യാപകർ നോളജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നവരാണ്. ഇന്ന് അധ്യാപകരുടെ ആവശ്യം നമ്മുടെ നാട്ടിലില്ല. കാരണം ഇന്ന് ഗൂഗിൾ ചെയ്താൽ മതി, എന്തറിവുമ്പോൾ കിട്ടും.
അധ്യാപകർ പോലും ഇപ്പോൾ ഗൂഗിൾ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മളെന്തിനാണ് ഈ ഇടയിൽ ഈ മനുഷ്യനെ വെക്കുന്നത്? നമുക്ക് നേരിട്ട് ഗൂഗിൾ ചെയ്താൽ പോരെ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ChatGPT ഒക്കെ വന്നപ്പോൾ അവിടെ എന്ത് ചോദിച്ചാലും ChatGPT പറഞ്ഞുതരും. അപ്പോൾ ഇനി അധ്യാപകൻ്റെ റോള് ഇനി നമ്മളെ ഇടയിലില്ല. അതുകൊണ്ട് തന്നെ പരമാവധി ഒരു 5-10 കൊല്ലം കൂടിയൊക്കെ സ്കൂൾ ഉണ്ടാവും. സ്കൂളൊക്കെ അടച്ചു പൂട്ടേണ്ട കാലം കഴിഞ്ഞ്. കാരണം സ്കൂൾ ഉണ്ടായത് എപ്പോഴാണ്? നമുക്ക് നോളജിന് വേറെ ഒരു സോഴ്സും ഇല്ലാത്ത കാലത്ത്, ടെക്സ്റ്റ് ബുക്ക് പോലും വളരെ വിരളമായ കാലത്ത് നമ്മൾ അറിവിന് വേണ്ടി സ്കൂളിനെ ആശ്രയിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളെല്ലാവരുടെ കയ്യിലും വിരൽത്തുമ്പത്ത് അറിവുണ്ട്. അതുകൊണ്ട് ഇനി അറിവിന് വേണ്ടി സ്കൂൾ ആവശ്യമില്ല. ഇനിയിപ്പോൾ സ്കൂളിൽ ആൾക്കാർ പോകുന്നത് സോഷ്യൽ ലിവിങ് പഠിക്കാനായിരിക്കും, അല്ലെ സോഷ്യൽ ലിവിങ് പഠിക്കാൻ വേണ്ടി ആയിരിക്കും സ്കൂൾ പോകേണ്ടി വരിക. ഇനി മറ്റ് ഇമോഷണലി കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇനി ഇത് ആവശ്യമുള്ളത്, സ്കൂളൊക്കെ ആവശ്യമുള്ളത്. അറിവിനെ അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നീടുള്ളത് ആചാര്യന്മാരാണ്. ആചാര്യന്മാർ വലിങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല, അവരാചരിച്ച് കാണിച്ചതാ. അവരങ്ങ് ആചരിക്കും, അത് കാണുമ്പം നമ്മളത് കോപ്പി ചെയ്യും. അതുകൊണ്ട് അധ്യാപകരെക്കാൾ കൂടുതൽ ഭാരതത്തിലുണ്ടായിരുന്നത് ആചാര്യന്മാരാണ്. അവർ സംസാരിക്കില്ല, സംസാരം കുറവാണ്, പക്ഷെ അവർ കൃത്യമായി ചെയ്യും. അത് കണ്ടിട്ട് നമ്മൾ കോപ്പി ചെയ്യും, അറിയാതെ അത് നമ്മൾ സ്വീകരിക്കും. അത് ആചാര്യന്മാർ. പിന്നെ ഗുരുക്കന്മാർ ഇതിൽ രണ്ടിലും പെട്ടില്ല. ഗുരുക്കന്മാർ എന്നൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നരേന്ദ്രൻ വന്ന സമയത്ത് നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് എത്തിയപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. നരേന്ദ്രൻ വിവേകാനന്ദനായി മാറി. അതൊരു ട്രാൻസ്ഫർമേഷനാണ്. അങ്ങനെ ഗുരുക്കന്മാർ ഒരു ട്രാൻസ്ഫർമേഷൻ അങ്ങ് ഉണ്ടാക്കുക ചെയ്യാം. അങ്ങനെ 3 ടൈപ്പ് ആൾക്കാരുണ്ട് നമുക്കിവിടെ. അപ്പം അറിവിനെ നമ്മൾ പുസ്തകത്തിലൊക്കെ സൂക്ഷിച്ചാൽ അത് നിർത്തില്ല. അതുകൊണ്ട് ആചരണങ്ങളായിട്ടാണ് ഭാരതം അറിവിനെ സൂക്ഷിച്ചത്. അത് കൈമാറി പോന്നിട്ടുണ്ട്. രണ്ടാമത് ഭാരതം അറിവിനെ സൂക്ഷിച്ചത് പുരാണങ്ങളായിട്ടാണ്. കാരണം പുരാണങ്ങളാവുന്ന സമയത്ത് കഥകൾ പറഞ്ഞ് ഇങ്ങനെ പോകും. കഥ കേൾക്കാനും കഥ പറയാനും നമുക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കഥ പറഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ ഈ സപ്താഹത്തിനൊക്കെ ആൾക്കാർ കൂടുന്നതും. അതുപോലെ ഒരു വേദം ക്ലാസ് വെച്ചാൽ 10 മിനിറ്റ് നമുക്ക് കേൾക്കാൻ പറ്റും, വേദം കേൾക്കാൻ പറ്റും, സൂക്തങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അല്ലാണ്ട് അതിൻ്റെ അകത്തുള്ള സൂത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു പോകും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. കഥകളായിട്ടൊക്കെ നമ്മൾ കൈമാറിയിട്ടുണ്ട്. ആ കഥകളൊക്കെ പുരാണത്തിലുണ്ട്. പക്ഷെ ആ കഥയിൽ ഒരു രഹസ്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നമുക്കറിയില്ല. എല്ലാ കഥയിലും ആ രഹസ്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയത് തത്വവും രഹസ്യവും എല്ലാത്തിലും ഉണ്ട്. അങ്ങനെ നമ്മൾ പുരാണം കേട്ട് നമുക്ക് ഇതിലേക്ക് ഒരു താല്പര്യം വന്നാൽ നമ്മൾ അടുത്ത ലെവലാണ് ഉപനിഷത്ത്. ഉപനിഷത്തിൽ ഉത്തര പ്രത്യുത്തരങ്ങളായിട്ടാണ് കാര്യം പറയാം. ചോദ്യം ചോദിക്കുക, ഉത്തരം പറയാം, ചോദ്യം ചോദിക്കുക, ഉത്തരം പറയാം. അല്ലേ? അപ്പൊ നമ്മളെ ചോദ്യമായിരിക്കും ചിലപ്പോൾ അയാൾ ചോദിക്കുന്നത്. കാരണം പലപ്പോഴും ഈ ഭഗവത്ഗീതന്റെ രീതിയൊക്കെ ഒരു ഉപനിഷത്തിന്റെ രീതിയാണ്. ഒരു അർജുനൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കൃഷ്ണൻ ഒരു ഉത്തരം പറയുമ്പം ആ ഉത്തരം കേൾക്കുമ്പോൾ നമ്മളെ ഉള്ളിലുണ്ടാവുന്ന ചോദ്യമാണ് അർജുനൻ ചോദിക്കുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ ചോദ്യം എങ്ങനെ ഈ ചങ്ങായിക്ക് മനസ്സിലായി, കറക്റ്റ് ആണല്ലോ, എൻ്റെ മനസ്സിൽ വന്ന ചോദ്യമാണല്ലോ ഇത് എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ മനസ്സിലായത് ആ ചോദ്യത്തിൽ നിന്നുണ്ടാവുന്ന ആ ഉത്തരത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ച ആള് ആരാണ്? അർജുനനാണ്. ചോദ്യം ചോദിക്കുന്ന അർജുനന്റെ പേര് പാർത്ഥൻ എന്നാണ്. പാർത്ഥൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിയുടെ പുത്രൻ എന്നാണ്. അത് നമ്മളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളാണ് ചോദ്യം ചോദിക്കുന്നത് കൃഷ്ണനോട്. അപ്പൊ ഉത്തര പ്രത്യുത്തരങ്ങളാണ്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. വീണ്ടും മുന്നോട്ട് പോയാൽ അങ്ങനെ നമുക്ക് താല്പര്യം വന്നാൽ പിന്നീട് സൂത്രങ്ങളാണ് പറയാം. സൂത്രം എന്ന് പറയുന്നത് ഒരു വരി ഉണ്ടാവും. ആ വരി എന്ന് പറഞ്ഞാൽ അതൊരു താക്കോലാണ്. അതിലൂടെ നമ്മൾ കടന്നാൽ വലിയൊരു ലോകം നമ്മളെ മുമ്പിൽ തുറന്നു വരും. അതുകൊണ്ട് സൂത്രങ്ങളായിട്ടാണ് നമ്മൾ പലതും, നാരദ ഭക്തി സൂത്രം, ശിവസൂത്രം എന്നൊക്കെ പറയും. അതൊരു വാക്കേ ഉണ്ടാവും. ആ വാക്കിനെ നമുക്ക് എത്ര വ്യാഖ്യാനിച്ചാലും മതിയാവില്ല, തീരില്ല. അത്രയധികം വ്യാഖ്യാനിക്കാൻ ഉണ്ടാവും. ഭാവനോപനിഷത്തിന്റെ പേര് ഭാവന ഉപനിഷത്ത് എന്നാണെങ്കിൽ പോലും അതിൽ പ്രതിപാദിക്കുന്നത് സൂത്രങ്ങളാണ്. 37 സൂത്രങ്ങളാണ് ഭാവനോപനിഷത്തുള്ളത്. ശ്രീവിദ്യാ സമ്പ്രദായത്തെക്കുറിച്ചും ശ്രീചക്രത്തെക്കുറിച്ചും വളരെ വിശദമായി ഗഹനമായി സംസാരിക്കുന്ന ഒരു പദ്ധതിയാണ് ഭാവന ഉപനിഷത്ത്. 36 സൂത്രം, 37 സൂത്രമാണ്. 37 വലിയ പ്രത്യേകത ഉണ്ട്. കാരണം 36 തത്വങ്ങളുള്ളത്. ഈ 36 തത്വവും കൂടി ചേർന്നാലാണ് 37ാമത്തെ തത്വം. 36ഉം കൂടി ചേർന്ന് 37. അങ്ങനെ 37 സൂത്രങ്ങളായിട്ടാണ് ഭാവനോപനിഷത്തിൽ ശ്രീചക്രത്തെക്കുറിച്ച്, എന്താണ് ശ്രീചക്രം എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അതിൽ ഓരോ ശ്ലോകവും ഒരു സൂത്രം ഉണ്ടാവും, ഒരു വരിയ ഉണ്ടാവുക.
ആ ഒരു വലിയ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന താക്കോലാണ് ഇതൊക്കെ. കൂടുതലും ശ്രീവിദ്യാ സമ്പ്രദായം, എല്ലാ സമ്പ്രദായത്തിലും നമ്മൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ആരാധന ഉണ്ട്. നമ്മൾക്ക് ഈശ്വരൻ, ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ച ഒരു അറിവ് എന്താ? ലോകം മുഴുവൻ ഭാരതത്തിൽ വന്നത് പ്രത്യേകിച്ച് 3 കാര്യങ്ങൾ പഠിക്കാനാണ്. 3 കാര്യങ്ങൾ മാത്രമേ ഭാരതം ചർച്ച ചെയ്തിട്ടുള്ളൂ. ഏത് നോളജ് പുരാണം നമ്മൾ വായിച്ചാലും ഇതിലേതെങ്കിലും ഒരു നോളജിനെ സ്വാംശീകരിക്കുന്നതാണ്. അതിലൊരു ഫിലോസഫി ധർമ്മത്തെക്കുറിച്ചുള്ളതാണ്, ദ ലോ ഓഫ് ധർമ്മ. രണ്ടാമത്തത് ദ ലോ ഓഫ് കർമ്മ. മൂന്നാമത്തത് ഈശ്വരൻ എന്നുള്ള സങ്കല്പം. ഈ 3 സങ്കല്പേ നമുക്കുള്ളൂ. ലോകം മുഴുവൻ ഇവിടെ വന്നത് ഈ 3 കാര്യങ്ങൾ. എല്ലാ നോളജും ഭാരതം കൊടുത്തിട്ടുണ്ട്. ആൽക്കമിനെ കുറിച്ച്, സയൻസ്, ബയോളജി, ഫിസിക്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്വർണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, മെർക്കുറി ഉണ്ടാക്കിയിട്ടുണ്ട്, മെർക്കുറിന് സ്വർണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, സകല പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വന്നത് ഈ ഈശ്വരനെ കുറിച്ചുള്ള അറിവിനാണ്. ആ ഈശ്വരനെ നമ്മൾ ചർച്ച ചെയ്തത്, നമ്മൾ അവതരിപ്പിച്ചത് പല രീതിയിലാണ്. ഓരോ മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ച് ആ രീതിയിൽ അതിനെ നമുക്ക് പ്രയോഗിക്കാന്ന് പറയാം. അപ്പൊ അതിനെയാണ് ദേവതാ സ്വരൂപത്തെ അല്ലെങ്കിൽ ഈശ്വര സങ്കല്പത്തെ, പൂജകളെയൊക്കെ നമ്മൾ പല രീതിയിൽ നമ്മൾ സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം, ശുദ്ധവിദ്യ എന്ന 5 രീതിയിൽ പറയാറുണ്ട്. ഈശ്വരനെ സ്ഥൂല രൂപത്തിൽ ആചരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? പ്രധാനമായിട്ടും സ്ഥൂലം. അതുകൊണ്ട് തന്നെ ദേവീനെ കുറിച്ച് പറയുമ്പം അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പറയാറുണ്ട്. ദേവി അന്തർമുഖ സമാരാധ്യാണ്. ഇപ്പൊ ശ്രീചക്രം എല്ലാ ഉപാസനയും 2 രീതിയിലുണ്ട്. ഒന്ന് അന്തർമുഖമാണ്, ഒന്ന് ബാഹ്യമാണ്, ഒന്ന് ആന്തരികമാണ്. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള അറിവാണ് ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ചത്. മറ്റെല്ലാ സെമിറ്റിക് മതങ്ങളും ദൈവത്തെ മേഘത്തിനപ്പുറത്തിരുന്ന് വിധിക്കുന്ന ഒരാളായി കണ്ടപ്പം ഭാരതം പറഞ്ഞു അങ്ങനെയല്ല, സ്വകാമയതേ ബഹുസ്യാം പ്രജായതേ, ശുദ്ധബോധം ബഹുവായി പരിണമിച്ചാണ് പ്രപഞ്ചം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഞാനും ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായതിനാൽ ഈശ്വരൻ പരിണമിച്ച് തന്നെയാണ് ഞാനായത്. അപ്പൊ എൻ്റെ അസ്തിത്വം ഈശ്വരനാണ്. ഞാൻ പിന്നിലേക്ക് പോയാൽ ആ ഈശ്വരൻ എനിക്ക് കണ്ടെത്താൻ പറ്റും. സത്യത്തിൽ ഞാൻ ഈശ്വരനാണ്. പക്ഷെ ഞാൻ ഈശ്വരനാണെന്ന് എനിക്ക് ബുദ്ധി കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം ഈശ്വരന്റെ ഗുണങ്ങളൊന്നും എനിക്കില്ല. അതെന്തുകൊണ്ടാ? ഞാൻ ഈശ്വരനാണ്, പക്ഷെ ഈശ്വരന്റെ ഗുണം എനിക്കില്ല. കാരണം ഞാൻ ഈശ്വരനാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എൻ്റെ ധാരണ ഞാൻ ശ്രീനാഥാണ് എന്നാണ്. അതിന് കാരണം 3 തരത്തിലുള്ള മാലിന്യങ്ങളാണ്. ആ മാലിന്യത്തെ ആണവമലം, മായികമലം, കാർമ്മികമലം എന്ന് 3ആയിട്ട് പറയാറുണ്ട്. ശ്രീചക്രപൂജന്റെ ഏറ്റവും അവസാനം തത്വശോധനം എന്ന് പറയും. ഈ തത്വശോധനത്തിൽ ഈ 3 തരത്തിലുള്ള മാലിന്യങ്ങളെയാണ് ഇല്ലാതാക്കുന്നത്. ഒന്ന് ആണവമലം, ഈ ശരീരം. ഞാൻ ശ്രീനാഥാണ്, ഇത് എൻ്റെ ശരീരമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവിടെ വേറെ കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ വേറെയാണ്, എൻ്റെ മാതിരിയല്ല. കുറെ ആൾക്കാർ അപ്പുറത്തോട്ട് നടക്കുന്നുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഞാൻ പറയണ അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയണ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇതൊക്കെ ഈശ്വരൻ പരിണമിച്ചാണ് ഇതൊക്കെ ആയതെന്നുണ്ടെങ്കിൽ, ഒരേ വസ്തു പരിണമിച്ചാണ് ഇതൊക്കെ ആയത് എങ്കിൽ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണ്ടേ? അത് പറ്റുന്നില്ല. കാരണം എന്താ? ഞാൻ വേറെയാണ് എന്നുള്ള ചിന്ത അതെനിക്ക് ശരീരമുള്ളതുകൊണ്ടാണ്. ഞാൻ ശരീരമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നിടത്തോളം കാലം മറ്റൊന്നും ഞാനല്ല. അപ്പൊ സത്യത്തില് ഈശ്വരൻ പരിണമിച്ചാണ് ഈ മൗസായത്, ഈശ്വരൻ പരിണമിച്ചാണ് ഈ ഫോണായത്, ഈശ്വരൻ പരിണമിച്ച് തന്നെയാണ് ഈ പെന്നും ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ ഫോണും ഈ പെന്നും ഈ മൗസും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇത് ഞാനും പെന്നും വേറെയാണ്, ഫോണും ഞാനും വേറെയാണ്, മൗസും ഞാനും വേറെയാണ്, ഓരോന്നിനും ഓരോ പണിയുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിനൊക്കെ വ്യക്തിത്വം ഉള്ളതുകൊണ്ടാണ്. ഇതൊക്കെ വേറെ വേറെയാണ്, നമുക്ക് കാണുന്നുണ്ട്. അതിനൊരു ഫിസിക്കൽ ബോഡി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മനസ്സിലാവാത്തത്. അതുകൊണ്ട് ആണവമലം, പിന്നീടുള്ളത് കാർമ്മികമലം, മായികമലം. നമ്മളെ കൺസെപ്റ്റുകളാണ് മായികമലം, നമ്മളെ ചിന്ത. പിന്നെ കാർമ്മികമലം, ദ ലോ ഓഫ് കർമ്മ. ഇങ്ങനെ 3 കാര്യങ്ങൾ. ഈ 3 എണ്ണത്തിന് അപ്പുറം കടന്നാൽ ഞാൻ ഈശ്വരനാണ് എന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റും. അതിനു വേണ്ടിയുള്ള പദ്ധതിയാണ്, ആ ഒരു അറിവ് നമുക്ക് തന്നു. അതിനപ്പുറം കടക്കാനുള്ള പദ്ധതിയും നമുക്ക് നമ്മളെ ഋഷീശ്വരന്മാര് പാകപ്പെടുത്തി വെച്ചു. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ പദ്ധതികളും. അത് എപ്പോഴാണ് ഉണ്ടാക്കി വെച്ചതെന്ന് വെച്ചാൽ അതിനൊരു ക്രമമുണ്ട്. അത് ഞാൻ അനവധി പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമ്മളുടെ തന്ത്രത്തിന്റെ 6 സ്കൂൾ ഓഫ് തോട്ട്. 6 സ്കൂൾ ഓഫ് തോട്ട് നമുക്കൊന്ന് പറയേണ്ടില്ല, സാമാന്യേന ഒന്ന് പറഞ്ഞു പോയാൽ മതി. കാരണം അല്ലേ, ചർവിത ചർവണം എന്ന് പറയും. പറഞ്ഞ തന്നെ പറയുമ്പോൾ എനിക്കൊരു ബോറടിയാണ്, കേൾക്കണ നിങ്ങൾക്കൊരു ബോറടിയാണ്. പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാർ പുതിയ ഉണ്ട് എന്ന് നേരത്തെ പ്രസിദ്ധേട്ടൻ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. നമുക്ക് പലതരത്തിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ആദ്യത്തെ പദ്ധതി മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, മനുഷ്യൻ ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായപ്പോൾ,
അപ്പം മനുഷ്യൻ എപ്പോഴാണ് ചിന്തിക്കാന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ വികാരം നമുക്ക് ഉറക്കാണ്, അതുപോലെ വിശപ്പാണ്. അതെല്ലാവർക്കും വിശപ്പുണ്ട്. അതിപ്പോൾ നായരെ വിശപ്പ്, തീയരെ വിശപ്പ്, നമ്പൂരിൻ്റെ വിശപ്പ്, അതുപോലെ തന്നെ OBC-ക്കാരൻ്റെ വിശപ്പ്, ക്രിസ്ത്യാനിൻ്റെ വിശപ്പ്, മുസ്ലിമിൻ്റെ വിശപ്പ്, അമേരിക്കക്കാരൻ്റെ വിശപ്പ് എന്നൊന്നുമില്ല. ആകെ വിശപ്പേ ഉള്ളൂ. അതെല്ലാവർക്കും വിശപ്പും. എല്ലാ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കുള്ള ഒരു വികാരമാണ് വിശക്കുക. വിശക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിന് അന്വേഷിക്കും. അപ്പം എല്ലാ ജീവികളും വിശക്കുമ്പോഴാണ് ഭക്ഷണത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. അതാണ് മനുഷ്യനും ജീവികളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത 10 കൊല്ലത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അത് നല്ലതുമാണ് ചീത്തയാണ്, പറയാൻ എന്തുകൊണ്ടാണ്. അങ്ങനെ വിശപ്പ് കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചാൽ പിന്നെ അടുത്ത വികാരം ഉറങ്ങാന്നുള്ള, വയറിറച്ച് ഫുഡ് കഴിച്ചാൽ പിന്നെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാന്നുള്ള. അങ്ങനെ വീണ്ടും ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം കഴിക്കണം. പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ അപ്പം വിശക്കൂല, കുറച്ച് കഴിഞ്ഞിട്ടേ വിശക്കൂ. ആ ഉണർന്നു കഴിഞ്ഞ അടുത്ത വിശപ്പിൻ്റെ ഇടയിലുള്ള ചെറിയൊരു സമയമുണ്ട്. ആ സമയത്ത് വേറെ പണിയൊന്നുമില്ല. ആ സമയത്താണ് മനുഷ്യൻ ചിന്തിക്കാനൊക്കെ തുടങ്ങിയത്, ചുറ്റുപാട് നിരീക്ഷിക്കാൻ തുടങ്ങിയത്. രാത്രി മലന്ന് കിടക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ, ഇതാരാ മുകളിൽ നക്ഷത്രം കൊണ്ട് വെച്ച ലൈറ്റ് ഇട്ട്, പിന്നെ സൂര്യൻ ഉദിക്കുക അസ്തമിക്കുക, ഇതെന്ത് പരിപാടി, ഇതാരാ ഇങ്ങനെ നോക്കണത്? അതുപോലെ ചുറ്റിലും ഇങ്ങനെ മരം ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ നമ്മൾ കായ ഉണ്ടാവുന്നുണ്ട്, ആ കായ നിലത്ത് വീണ് പൊട്ടുമ്പോൾ അതിന് വേറൊരു ചെടി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാ? അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ശക്തി ഉണ്ടാവുമല്ലോ. ആ ശക്തി എന്താണെന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി മനുഷ്യൻ. ഇങ്ങനെയാണ് ആദ്യമായിട്ട് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ്റെ കൂടെയുള്ള സ്ത്രീകൾ പ്രസവിക്കുന്നത് കാണാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു വലിയ അത്ഭുതമാണ്. അങ്ങനെ ആദ്യമായി അവൻ വളരെ ബഹുമാനത്തോടു കൂടി കണ്ടത് പ്രസവിക്കാൻ കുട്ടി വരുന്ന സ്ഥലത്തെയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യത്തെ ആരാധനാ വസ്തു യോനിയാണ്. സിന്ധു നദീതട കാലഘട്ടത്തിൽ അവിടെയൊക്കെ ഖനനം ചെയ്ത സമയത്ത് പുരാവസ്തു ഗവേഷകർക്ക് കിട്ടിയത്, ഏറ്റവും പഴക്കമായി കിട്ടിയിരുന്ന വസ്തുക്കൾ അവിടെ യോനി കുണ്ഡങ്ങൾ, യോനി ആകൃതിയിലുള്ള കുണ്ഡങ്ങളും യോനി ആരാധനയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ മുമ്പേ നമ്മൾ പശുപതിനാഥൻ്റെ വിഗ്രഹം, പശുപതിനാഥൻ്റെ രൂപമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൊത്തിവെച്ച, കല്ലിൽ കൊത്തിവെച്ച പശുപതിനാഥൻ്റെ ചിത്രമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത്രയധികം, എത്ര ആയിരം വർഷം മുമ്പ്, 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് ഈ ആരാധനാ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയത് ഈ അമ്മ എന്നുള്ളതെങ്കിൽ, അമ്മ ദൈവാരാധന ലോകം മുഴുവൻ ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അമ്മ എന്നുള്ള സങ്കല്പം, കാരണം യോനിയിലൂടെ കുട്ടി വരുന്നു, ആ യോനിയെ ആരാധിച്ചിട്ടുണ്ട്. പിന്നെ അവന് മനസ്സിലായി ഈ യോനിയിലൂടെ കുട്ടി വരാൻ കാരണം ലിംഗമാണ്, അതുകൊണ്ട് ലിംഗത്തെ നമ്മൾ പിന്നീട് ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് പിന്നിലോ ലിംഗവും യോനിയും ഉണ്ടാവില്ലോ എന്നുള്ള നിലയ്ക്ക് വിശ്വയോനിയായിട്ട്, മലകളെയൊക്കെ ലിംഗമായിട്ടും നദികളെയൊക്കെ യോനിയായിട്ടും വിശ്വയോനി, ലിംഗ സങ്കല്പങ്ങൾ പൂജിക്കാൻ തുടങ്ങി. അപ്പം ഈ അമ്മയ്ക്കും അച്ഛനും സ്ത്രീക്കും പുരുഷനും നല്ല കരുത്തുണ്ടെങ്കിലാണ് നല്ല കുട്ടി ഉണ്ടാവുക. അപ്പോൾ പ്രപഞ്ചം ഉണ്ടാക്കിയ ആളാരാണോ അയാൾക്ക് കരുത്തുണ്ടാവാൻ വേണ്ടി നല്ല ഫുഡ് കൊടുക്കണം. അതിനവൻ അവൻ കഴിക്കുന്ന ഭക്ഷണം, അവന് വേട്ടയാടി കിട്ടുന്ന, അവൻ എന്താണോ കിട്ടുന്നത് മാംസവും അവൻ കഴിക്കുന്നതൊക്കെ അവൻ അവൻ്റെ ദേവതയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്തെ നമ്മൾ വാമ കാലഘട്ടം എന്ന് പറയാം. പ്രകൃതി ആരാധനയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം. അതാണ് ഏറ്റവും പഴക്കമേറിയ ആരാധനാക്രമം. അവിടുന്ന് കുറേ പോയപ്പോഴാണ് മനുഷ്യന് കൃഷിയൊക്കെ തുടങ്ങി, കുലമായിട്ട് ഒക്കെ താമസിക്കാൻ തുടങ്ങി. നമ്മൾ കൃഷി, കൾച്ചർ എന്ന് പറയും, അഗ്രികൾച്ചർ എന്ന് പറയും, അതിൽ നിന്നാണ് കൾച്ചർ, സംസ്കാരം ഉണ്ടായത്. അങ്ങനെ നമ്മൾ താമസിക്കാൻ തുടങ്ങിയപ്പം കുലം ഉണ്ടായി. കുലം ഉണ്ടായ സമയത്ത് കുലദേവത ഉണ്ടായി. ആരാധനയ്ക്ക് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതുവരെ മനുഷ്യൻ ഈ മരത്തിൻ്റെ അടിയിൽ, നദി ചേരുന്ന സ്ഥലത്ത്, അതുപോലെ മലയുടെ വാരങ്ങളിൽ, മലവാരം ഒക്കെ അതുകൊണ്ടാണ് മലവാരമൊക്കെ വാമകാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അവൻ ദേവതനെ ആരാധിച്ചിരുന്നൊക്കെ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. കുട്ടി ഉണ്ടാവുന്നത് കാണുമ്പോഴാണ് അവൻ അത്ഭുതപ്പെട്ടത്. അതുകൊണ്ട് തന്നെ യോനിയെയും ലിംഗത്തെയും നമ്മൾ പരമപവിത്രമായിട്ടാണ് കണ്ടിരുന്നത്, മോശമായിട്ടല്ല. ഇതൊക്കെ ആധ്യാത്മികത, ഭൗതികത എന്ന് നമുക്ക് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ എന്നുള്ള, മെറ്റീരിയലും സ്പിരിച്വലും നമുക്ക് തന്നത് വിദേശികളുടെ ചിന്തയാണ്. മാറ്റർ എന്നാണ് മെറ്റീരിയലും, അതുപോലെ തന്നെ സ്പിരിറ്റിൽ നിന്നാണ് സ്പിരിച്വാലിറ്റി അവരുണ്ടാക്കിയത്. നമ്മളെ സംബന്ധിച്ച് ആ മാറ്ററും ആ സ്പിരിറ്റും അല്ല നമ്മളെ സ്പിരിച്വാലിറ്റി മാറ്ററും. അതുകൊണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത്, വ്യാഖ്യാനങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരും. കാരണം ഭാരതീയൻ്റെ ആ സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും, അല്ലെങ്കിൽ ഭൗതികതയും ആധ്യാത്മികതയും രണ്ടല്ല, ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്ത തരത്തിൽ ഇടചേർന്ന് നിൽക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളെ സ്പിരിച്വാലിറ്റിയും ആധ്യാത്മികതയും. ആധ്യാത്മികതയും സ്പിരിച്വാലിറ്റിയും ഒരിക്കലും നിങ്ങൾക്ക് സ്കെയിൽ വെച്ച് തരംതിരിച്ച് ഒരു പേപ്പറിൽ ഒരു വര വരച്ച് ഇടത്ത് ഭാഗത്ത് സ്പിരിച്വാലിറ്റിയും വലത്ത് ഭാഗത്ത് ഇടത്ത് ഭാഗത്ത് ഭൗതികതയും വലത്ത് ഭാഗത്ത് സ്പിരിച്വാലിറ്റി എഴുതാൻ പറ്റില്ല. മെറ്റീരിയൽ ഒരിക്കലും എഴുതാൻ പറ്റില്ല.
ഭാരതത്തെ സംബന്ധിച്ച്. കാരണം നമ്മളെ സംബന്ധിച്ച് ലൈംഗികത പോലും സെക്സ് പോലും ഉയർന്ന ഈശ്വരാരാധനയായിരുന്നു. വലിയ ആരാധനയാണ്. അതിനെപ്പോലും നമ്മൾ വളരെ പവിത്രമായിട്ട് ശിവശക്തി സംയോഗമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് ശിവലിംഗം നമ്മൾ പൂജിക്കുന്നത് ശിവലിംഗത്തെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും വെക്കില്ല. നമ്മൾ അഭിമാനത്തോടു കൂടി പറയും. കാരണം ലിംഗവും യോനിയാണ് നമ്മളൊക്കെ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് നമ്മൾ പരമപവിത്രമായിട്ട് അതിനെ കണ്ടത്. പരമപൂജ്യമായിട്ട് തന്നെയാണ്, പരമപൂജനീയമായ വസ്തുവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാമാഖിയിലൊക്കെ യോനി പീഠത്തെയാണ് പൂജിക്കുന്നത്. പല സ്ഥലത്തും യോനി പീഠങ്ങൾ ആരാധിക്കപ്പെടുന്നിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതവും വലിയൊരു ഇല്ലേ, മനുഷ്യൻ എല്ലാവരും നോക്കൂ, ചിന്ത തുടങ്ങുന്നത് തന്നെ അവിടെയല്ലേ. നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടാകുമ്പം അവർക്കൊരു 3 വയസ്സ് 4 വയസ്സാകുമ്പം സംസാരിക്കാൻ പ്രായമാകുമ്പം കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കാന്നറിയോ? അവർ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഞാൻ എങ്ങനെയാണ് ഉണ്ടായത്? അത് കേൾക്കുമ്പോഴേക്ക് തന്നെ നമ്മളെ തലേന്ന് 4 നക്ഷത്രം അങ്ങ് പോകും. കാരണം മുട്ടേന്ന് വിരിഞ്ഞില്ല, അതിൻ്റെ മുമ്പ് ഞാൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അറിയണം അല്ലേ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? അവർക്ക് ഇപ്പൊ വളരെ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ചെറിയ കുട്ടിയല്ലേ, വിവരല്ലേലോ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടിയോട് പറയും, മോനെ നിന്നെ പാച്ചിൽ കിട്ടിയാണ്, ചന്തേന്ന് തവിട് കൊടുത്ത് വാങ്ങിയാന്നൊക്കെ നമ്മൾ കുട്ടി. എന്തൊരു അപകടം എന്നറിയോ? കുട്ടികൾക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സാധനമാണ്. ആർക്കും വേണ്ടാത്തൊരു സാധനമൊക്കെ ഉണ്ടായത്. അങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്, വലിയ അപകടം ഉണ്ടാവൊക്കെ ഭാവിയിൽ. അങ്ങനെ നാളെ തൃശ്ശൂരുള്ള ഒരു അമ്മ കുട്ടിയും കൂടി ഒരു ചെറിയ കുട്ടി വെച്ച് ഞാനെങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ട്, മോനെ അവിടെ കഴിഞ്ഞ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഒലിച്ച് വന്നിട്ടാണ് നിന്നെ കിട്ടിയത്. അമ്മേനോട് ചോദിച്ചു. അമ്മ പറഞ്ഞ നാള് മറ്റേ ഇവിടെ പോയ സമയത്ത്, ട്രെൻഡ്സിൽ പോയ സമയത്ത് അവിടെ ഓഫർ ഉണ്ടായിരുന്നു, സാധനം വാങ്ങിയാൽ ഒരു കുട്ടീന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ സാധനം വാങ്ങിയപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയാണ് നിന്നെ അമ്മ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഈ 3 വയസ്സുള്ള കുട്ടി അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവിടെ മര്യാദയ്ക്ക് കുട്ടികളുണ്ടാക്കാൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ലേന്ന്. അതായത് ഇവിടെ ഈ മര്യാദയ്ക്കുള്ള പ്രക്രിയയെ കൂടി കുട്ടികളുണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന സാധനത്തിനെ കൊണ്ടുവരാൻ അറിയുമെന്ന് വെച്ചിട്ടുണ്ട്. ആ കേട്ട അച്ഛനും അമ്മ ഇപ്പോഴും ICU തന്നെയാണെന്ന് ഞാൻ കേട്ട്, പുറത്തിറങ്ങിയില്ല. അമ്മ അതിൽ കുട്ടികളാണ് ഇനി വരുന്നത്, അവരോട് ഈ മാതിരി കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും നമ്മളൊക്കെ ചോദ്യം ഞാൻ എവിടുന്ന് ഉണ്ടായി എന്നുള്ളതാണ്. നമ്മളെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം, ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അത് മനുഷ്യന്റെ ഉള്ളിലും പണ്ട് കാലം മുതലേ നമ്മുടെ ഉള്ളിലും ആ അസ്തിത്വത്തെക്കുറിച്ചുള്ള ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നെക്കുറിച്ച് ഞാൻ എവിടുന്ന് ഉണ്ടായി, എൻ്റെ സ്വത്വം എവിടെയാണ്, എൻ്റെ ആരംഭം എവിടെയാണ് എന്ന് മനുഷ്യൻ പണ്ട് മുതലേ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിരന്തരം മനുഷ്യൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ അവൻ ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചർച്ച ചെയ്തതിന്റെ ഭാഗമായിട്ട് വാമകാലഘട്ടത്തിൽ ഇതിനൊക്കെ ആലോചിക്കാൻ തുടങ്ങി. പിന്നെ ചിന്തേന്റെ ഭാഗമായിട്ട് അവൻ അതിന് പ്രത്യേക സ്ഥാനങ്ങൾ കാണാനും അവിടെ കൗള ആചാരം, കൗള സമ്പ്രദായം, കുലപദ്ധതി ഒക്കെ ഉണ്ടാവാൻ തുടങ്ങി. ആ കുലപദ്ധതിയിലേക്കൊക്കെ വന്ന സമയത്ത് ഒരു പ്രത്യേക ആരാധനാ സങ്കേതങ്ങളൊക്കെ ഉണ്ടായി. കുലസങ്കേതങ്ങൾ ഉണ്ടായി. കുലസങ്കേത പാലിനി എന്ന് നമ്മൾ ദേവീനെ വിളിക്കേണ്ടത്. കുലസങ്കേതത്തെ പാലിക്കുന്നവളാണ് ആര്? കുലസങ്കേത പാലിനി. അവിടെയാണ് നമ്മൾ പീഠവും അതുപോലെ തന്നെ ആരാധനയൊക്കെ കണ്ടു തുടങ്ങിയത്. അവിടെ നമ്മൾ ശാക്തേയ പദ്ധതി, ഭുവനേശ്വരിയായിട്ട്, ത്രിപുരസുന്ദരിയായിട്ട്, കാളിയായിട്ടൊക്കെ പല രൂപത്തിൽ നമ്മൾ ദേവതനെ ആരാധിക്കാൻ തുടങ്ങി. അതിൽ ആ കാലഘട്ടത്തിലാണ് ശക്തമായ ശ്രീവിദ്യാ സമ്പ്രദായം ഉണ്ടായത്. അതുകൊണ്ട് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ സമയാചാരവും കൗളാചാരവും ദക്ഷിണാചാരവും ഉണ്ട്, മിശ്രാചാരവും ഉണ്ട്. എല്ലാത്തിലും അല്ലേ, ആചാരത്തിലും കൗളത്തിലും ദക്ഷിണത്തിലും മിശ്രത്തിലും ഒക്കെ ശ്രീവിദ്യാ സമ്പ്രദായം ഉണ്ട്. ഈ എല്ലാ സമ്പ്രദായത്തെയും ഒരേപോലെ പോഷിപ്പിക്കുന്ന, എല്ലാവരും ഒരേപോലെ എടുത്തുപയോഗിക്കുന്ന ഒരു സ്തോത്രമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം. കാരണം കൗളമാർഗ തൽപര സേവയാണ്, സമയാചാര തൽപര സേവിതയാണ്, വാമ ആചാര തൽപര സേവിതയാണ്, സമയാചാരിയാണ്, ഒക്കെയാണ് ദേവത. എല്ലാത്തിലൂടെയും പൂജിക്കപ്പെടുന്നത് എന്നെ തന്നെയാണ് എന്ന് ദേവത പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു അമ്മ സങ്കല്പം, ആ ദേവതയെ, കാരണം നമുക്ക് അതുകൊണ്ട് തന്നെ അമ്മ നമ്മൾ വിളിച്ചത് ആ ത്രിപുരസുന്ദരിനെയാണ്. ആ അമ്മ ആരാണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിലനിർത്തി ഈ എല്ലാ കാര്യങ്ങളും. കാരണം സൂര്യൻ രാവിലെ ഉദിക്കുന്നുണ്ട്, വൈകുന്നേരം അസ്തമിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂപ്പര് പോകുമ്പോഴേക്ക് ചന്ദ്രൻ വരുന്നുണ്ട്. ചന്ദ്രൻ കുറച്ച് കഴിഞ്ഞാൽ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു നിയമങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ, 6 ഋതുക്കൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിയമം നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നിയാമികൻ ഉണ്ടാവും. ഒരു നിയമം ഉണ്ടെങ്കിൽ അതിന്റെ നിയമം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടാവും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആ അഭൗമമായ അപരിമേയമായ ഒരു ശക്തിയെക്കുറിച്ച് മനുഷ്യൻ ആരാധിച്ചത്. ആ ശക്തിയെ മനുഷ്യന് വിളിച്ചത് അമ്മ എന്നാണ്. ആ അമ്മയാണ് പിന്നീട് നമ്മൾക്ക് പറഞ്ഞ ആ അമ്മയിലൂടെ, അമ്മയാണ് സത്യം. അമ്മ സത്യവും അച്ഛനൊരു എന്താ പറയാ, അമ്മ പറഞ്ഞെന്നാണ് അച്ഛൻ ഇതാണ് എന്നുള്ളത്. അച്ഛനൊരു അറിവാണ്.
അമ്മ ചൂണ്ടിക്കാണിച്ച് തരുന്ന ആളാണ്. ഇന്നിപ്പോൾ മറ്റേ അതിന് എന്തൊക്കെയോ പിന്നെ ടെസ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് പണ്ട് അങ്ങനത്തെ ടെസ്റ്റൊന്നും ഇല്ലാത്ത കാലത്ത് അമ്മ പറയും ഇതാണ് നിന്റെ അച്ഛൻ. അപ്പൊ നമുക്ക് അച്ഛനെ കാണിച്ചു തരുന്ന ആളാണ് അമ്മ. അതുകൊണ്ട് തന്നെ ശിവജ്ഞാന പ്രദായിനി എന്നൊരു പേരുണ്ട്. കാരണം നമ്മളെ അച്ഛനാരാ? അച്ഛൻ ശിവനാണ്. ആ ശിവനെ നമുക്ക് കാണിച്ചു തന്നാരാ? അമ്മയാണ്. അതുകൊണ്ട് ശിവനെ അച്ഛനായ ശിവനെ കാണിച്ചു തന്ന അമ്മ ശിവജ്ഞാന പ്രദായിനി എന്ന് നമ്മൾ ലളിതാസഹസ്രനാമത്തിൽ പറയും. അപ്പൊ അമ്മയും അച്ഛനും നമ്മൾക്ക് ആ അമ്മയെ പ്രകൃതി എന്നും ശക്തി എന്നും മാതാവ് എന്നൊക്കെ പറയുന്നത് ശ്രീമാതാ, അതാണ് ശ്രീമാതാവ്. ആ ശ്രീമാതാവ് തന്നെയാണ് ശ്രീ മഹാരാജ്ഞിയും. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി, അവള് തന്നെയാണ് ഈ സമസ്ത ജഗത്തിനും അതിദേവതയായിട്ടുള്ളത്. അങ്ങനെ പോവുകയാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമം മാത്രം പഠിച്ചാൽ മതി, ഇതൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി ലളിതാ സഹസ്രനാമം വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷം ഉണ്ടാവുക. ഇങ്ങനെയാണല്ലേ ഈ വാക്കുണ്ടായത് എന്ന് മനസ്സിലാവും. അങ്ങനെ കൗള സമ്പ്രദായത്തിൽ കൗള കാലഘട്ടത്തിലാണ് ഈ പീഠാരാധന പുറത്ത് നമ്മൾ ദേവതനെ ആരാധിക്കാൻ തുടങ്ങി. ദേവതനെ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പഞ്ചമകാരങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഒരു ഉർവരതയുടെ കാലഘട്ടമാണ് ഈ കൗള കാലഘട്ടം. വാമത്തുനിന്ന് കൗളത്തിലേക്കൊക്കെ വന്ന സമയത്ത് മനുഷ്യൻ കൃഷി ചെയ്യാനൊക്കെ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കൃഷിയിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി എങ്ങനെയാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയും കൂടി അല്ലെങ്കിൽ പിന്നെ ലൈംഗികതയിൽ ഏർപ്പെടുന്ന സമയത്ത് കുട്ടി ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് കൃഷിസ്ഥലത്ത് കൃഷി അല്ലെങ്കിൽ ഭൂമിയിൽ ധാന്യങ്ങൾ മുളയ്ക്കണമെങ്കിൽ, വിളവുണ്ടാവണമെങ്കിൽ, അതിൻ്റെ പുഷ്ടി ഉണ്ടാവണമെങ്കിൽ അവിടെ അവൻ കലപ്പ ഉപയോഗിച്ച് ഉഴാൻ തുടങ്ങി. അങ്ങനെ കലപ്പ ഉപയോഗിച്ച് ഉഴുത്ത് നടത്താൻ വേണ്ടി കാളകളെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ. അങ്ങനെ ആ ഉഴുത്തിനെ അതിൽ വിത്തിടുന്ന സമയത്ത് സൃഷ്ടി ഉണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് വയലിനെ യോനിയായിട്ടും കലപ്പയെ ലിംഗമായിട്ടൊക്കെ അന്ന് താരതമ്യം ചെയ്ത് പറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ബിഹു, നമ്മുടെ നാട്ടിൽ പറയുന്ന വിഷു എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അടിസ്ഥാനം ബിഹു എന്ന് പറയുന്ന ആസാമിലെ ഒരു ആചരണമാണ്. അത് കൊയ്ത്ത് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ച് വിഷു കൊയ്ത്തുത്സവമല്ല, വിഷു നാട്യ ഉത്സവമാണ്. കൊയ്ത്ത് നെല്ല് കൊയ്യുന്നതല്ല നമ്മളെ ഉത്സവം, നാട്ടി നടുന്നതാണ് നമ്മളെ ഉത്സവം. അതുകൊണ്ട് പണ്ട് കാലത്ത് നാട്ടിപ്പാട്ടുകളുണ്ട്. ഞാറ് നടുന്ന സമയത്ത് എല്ലാവരും കൂടി പാടിയിരുന്ന പാട്ടുണ്ട്. ആ പാട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ഏതാണ്ട് കൊടുങ്ങല്ലൂർ പാട്ടിന്റെ മാതിരി തോന്നുന്ന ചില വാക്കുകളാണ്. അത് ശിവശക്തി സംയോഗത്തെക്കുറിച്ച്, മൈഥുനത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, സംഘം ചേരലിനെ കുറിച്ച്, സംയോഗത്തെക്കുറിച്ചൊക്കെയാണ് നാട്ടിപ്പാട്ടുകളിൽ കൂടുതൽ പറയുന്നത്. ഒരു പക്ഷേ സദാചാര സ്കെയിൽ കൊണ്ട് അളന്നു കഴിഞ്ഞാൽ നിരോധിക്കപ്പെടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അർത്ഥം വരുന്ന പാട്ടുകളായിരിക്കാം നാട്ടിപ്പാട്ടിൽ കൂടുതലുണ്ടായിരുന്നത്. കാരണം അവിടെ അത് അങ്ങനെ ഒരു ദുരാചാരത്തിന്റെ ഭാഗമായിട്ടല്ല അത് ചർച്ച ചെയ്യപ്പെട്ടത്. അത് ശിവൻ ശക്തി ഉള്ള സംയോഗത്തിന്റെ ഫലമായിട്ടാണ് പ്രപഞ്ചം ഉണ്ടായതെങ്കിൽ ഇവിടെ ഈ വയലിൽ വിത്തിടുക എന്ന് പറയുന്നത് എങ്ങനെയാണോ പുരുഷൻ സ്ത്രീയിൽ ബീജം നിക്ഷേപിക്കുന്നത്, സമാനമായ ക്രിയയാണ് വയലിൽ വിത്തിടുന്നത്. നല്ല വിളവുണ്ടാവാൻ വേണ്ടി അവര് അതിനു വേണ്ടി, അതുകൊണ്ട് തന്നെ പണ്ട് കൃഷിസ്ഥലങ്ങളിൽ വെച്ച് മൈഥുനമൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വിളവുണ്ടാവാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മളെ ആരാധനയുടെ ഭാഗമായിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ പിന്നെ ബെഡ്റൂം അല്ലെങ്കിൽ ലൈംഗികത ഈ ഭാര്യയും ഭർത്താവോട് ചേർന്നിരിക്കുന്നതൊക്കെ ആധ്യാത്മികത മാറ്റിയത് എനിക്കറിയില്ല. അത് വേറെ ഇത് വേറെ എന്നുള്ള ചിന്ത നമുക്ക് തന്നത് വിക്ടോറിയൻ ചിന്തകളാണ്, വൈദേശിക ചിന്തകളാണ്, ഭാരതീയമായ ചിന്തകളല്ല. നമ്മളെ സംബന്ധിച്ച് ശിവനും ശക്തിയും ചേരുന്നതായിരുന്നു ഇവിടുത്തെ യോഗം എന്ന് പറയുന്നത്. കാരണം ഭാവനോപനിഷത്താണ് നമുക്ക് എടുക്കാനുള്ളത്. ഭാവനോപനിഷത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ പല കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു, ശ്രീവിദ്യ ഒരു വശീകരണ വിദ്യയാണ്. അതിൻ്റെ അകത്തുള്ള പദ്ധതികൾ, അതിൻ്റെ അകത്തുള്ള മന്ത്രങ്ങൾ, അതിൻ്റെ അകത്തുള്ള ചിന്തകളൊക്കെ അവിടെ നിങ്ങൾക്ക് ചില സമയത്തൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് ഈ സ്കെയില് മാറ്റി നിർത്തി ചർച്ച ചെയ്യേണ്ടി വരും. കാരണം അത്തരത്തിൽ പദ്ധതിയിൽ പല വിഷയങ്ങളും സർവ സംക്ഷോഭണി, സർവവിദ്രാവണി, സർവ ആകർഷണി, സർവ വശങ്കരി, സർവോന്മാദിനി, സർവഖേജരി, സർവമഹാങ്കുശ, സർവഖേജരി, സർവബീജ, സർവയോനി, സർവത്രികണ്ഡ എന്ന് പറയുന്ന 10 മുദ്രകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ 10 മുദ്രകൾ ഒരു സംയോഗത്തിന്റെ, ഒരു യൂണിയൻ സംഭവിക്കുന്നതിന്റെ ഇടയിലുള്ള 10 ഭാഗങ്ങളെ കുറിച്ചാണ്, 10 അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്.
അതെങ്ങനെയാണോ ശിവനും ശക്തിയും ചേരുന്നത്, ശിവനും ശക്തിയിലെ കാമേശ്വരി കാമേശ്വരന്മാർ ഒരുമിച്ച് യൂണിയനിൽ നിൽക്കുന്ന അവസ്ഥയാണ് മഹാബിന്ദുവിലുള്ളത്. അതുകൊണ്ട് അതിന് താഴേക്ക് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട, അതുമായി ചേർന്ന് നിൽക്കുന്ന പല വിഷയങ്ങളെയും കുറിച്ച് അവിടെ ചർച്ച ചെയ്യേണ്ടി വരും. കാരണം അത് നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഉയർന്ന ആധ്യാത്മിക പന്ഥാവായിരുന്നു. അതുകൊണ്ട് തന്നെ സംഭോഗത്തിൽ നിന്ന് സമാധിയിലേക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം, ഓഷോന്റെ പുസ്തകമുണ്ട്. അതിൽ അയാൾ പറയുന്നത് മോക്ഷം ഉണ്ടാവാനുള്ള, സമാധിയിലേക്ക് എത്താനുള്ള ഒരു ശക്തമായ വഴി സംയോഗമാണ് എന്ന് അതിൽ സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സംയോഗത്തെ പോലും ഉയർന്ന ആധ്യാത്മിക പദ്ധതിയായിട്ടാണ് ഈ ശ്രീവിദ്യയിൽ അല്ലെങ്കിൽ കൗളമാർഗത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കൗളമാർഗത്തിൽ പഞ്ചമകാരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മദ്യം, മാംസം, മുദ്ര, മൈഥുനം ഒക്കെ അതിൽ വരുന്നത് അങ്ങനെയാണ്. മൈഥുനം ഒരു 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 പദ്ധതിയായി ഇതിൽ വന്നിരുന്നത് കാലഘട്ടം അതാണ്, കൗള കാലഘട്ടത്തിൽ. അങ്ങനെ കൗള കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മുന്നോട്ട് പോയ സമയത്ത് ഈ ഒരുപാട് ക്രിയാകലാപങ്ങൾ ഉണ്ടായി. ഇപ്പൊ മഹാമേരു ഒക്കെ വന്നത് കൗളത്തിലാണ്. എന്താ മഹാമേരു ഞാൻ തന്നെയാണ് മേരു. അവിടെയാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന് ആദ്യം വിഗ്രഹങ്ങൾ വേണം. സൂക്ഷ്മത്തിലൂടെ മാത്രമേ നമുക്ക് സ്ഥൂലത്തിലേക്ക് പോകാൻ പറ്റൂ. ഒരു വസ്തുവിനെ കാണണം. അപ്പൊ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ എവിടുന്നുണ്ടായി, എൻ്റെ അച്ഛനും അമ്മയും ആരാണ്, എൻ്റെ അസ്തിത്വം എന്താണ് എന്നുള്ളത് ആലോചിക്കുമ്പം അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഈശ്വരനെ അനുഭവിക്കാൻ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ കാണാത്ത ഒരാളാ. അവ്യക്തമാണ് ഈശ്വരൻ, അപരിമേയനാണ് ഈശ്വരൻ. ഈശ്വരന് രൂപമില്ല, ഈശ്വരന് നാമല്ല, ഈശ്വരന് പേരില്ല, ഒന്നുമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു ഗുണം മാത്രമാണ്. അത് അപരിമേയമാണ്, അവ്യക്തമാണ്. അവ്യക്തമായതിനെ നമ്മൾക്ക് അനുഭവിക്കാൻ വ്യക്തമായതിലൂടെ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് വ്യക്തമായതാണ് വ്യക്തി. ഡോക്ടർ ശ്രീനാഥ് കാരയാട് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാമെന്ന് പറയുമ്പോൾ, ശ്രീനാഥ് കാരയാട് വ്യക്തിയാണ്, വ്യക്തമായതാണ്. ഈ ഫോണ് ഒരു വ്യക്തിയാണ്, കാരണം ഇത് വ്യക്തമാണ്. ഈ മൗസ്, ഈ പെന്ന് ഒരു വ്യക്തിയാണ്, കാരണം ഇത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. വ്യക്തമല്ലാത്തത് അവ്യക്തമാണ്. ഈശ്വരൻ അവ്യക്തമാണ്. ആ ഈശ്വരനെ നമുക്ക് വ്യക്തമായിട്ട് അനുഭവിക്കാൻ മീഡിയം വേണം. അതിനുവേണ്ടി എന്നെ തന്നെ ഞാൻ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ദക്ഷിണ കാലഘട്ടത്തിലാണ് മനുഷ്യൻ അവൻ്റെ ആകൃതിയിലുള്ള ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഏതാണ്ട് കൗള കാലഘട്ടത്തിലൊക്കെ നമ്മൾ പല മറ്റു തരത്തിലുള്ള മീഡിയങ്ങൾ, അതിൽ ശക്തമായി വന്ന ഒരു രൂപമാണ് ശ്രീചക്രം. ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ശ്രീചക്രം ശിവയോർ വപു. ശ്രീചക്രം ശരീരം ചിന്തേതാതൗ നിജം ശ്രീചക്രരൂപിണം. ശരീരം തന്നെയാണ് ശ്രീചക്രം. ശ്രീചക്രവും ശരീരവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒരു മേരു എന്താണോ, മഹാമേരു എന്താണോ, അത് തന്നെയാണ് ഞാൻ. ഞാനും മഹാമേരു രണ്ടല്ല. ആ മഹാമേരുവിൽ ഞാൻ പൂജിക്കുമ്പോൾ പൂജ സംഭവിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. അത് വ്യക്തമായിട്ട് നമ്മൾ നാളെ പഠിക്കുന്ന ഒരു സൂത്രമുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കും. കുറച്ചൊരു ഹോംവർക്ക് ആവശ്യമുണ്ട്. കാരണം അത്ര ഇൻഡെപ്ത് സയൻസ് അത്. കേവലം ഒരു ഫിലോസഫിക്കൽ ഇത് പറഞ്ഞു പോകാന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അനുഭവിക്കണം, നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഒരു ശ്രീചക്ര പൂജ നമുക്ക് ഭാവനവംശത്ത് കഴിയുമ്പോഴേക്കും സ്വന്തമായി നമ്മളെ ഉള്ളിൽ ഒരു ശ്രീചക്ര പൂജ ചെയ്യാൻ നമ്മൾ പ്രാപ്തനാവണം. അത് പറ്റും. നമ്മളെ ശരീരത്തെ മഹാമേരുവായി കണ്ട് ഒരു പൂജ നമ്മളെ ഉള്ളിൽ മേരുവിൽ നമ്മൾ ചെയ്യും. അത് ഭാവനയാണ്. കാരണം ഞാൻ 2 വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഭാവന, 2 ഉപനിഷത്ത്. ഇപ്പോൾ ഞാൻ ഉപനിഷത്തിന്റെ പാർട്ടിലുള്ളത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഭാവനയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ സൂത്രങ്ങൾ പറഞ്ഞു വെച്ചത് ഈ മേരു ഞാൻ തന്നെയാണ്. കാരണം ആ മീഡിയത്തിലൂടെ മാത്രമേ എനിക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂ. കാരണം അപരിമേയമായ വസ്തുവിനെ കാണാൻ സാധിക്കില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ ഭൂമിയെ കുറിച്ച് എത്ര പറഞ്ഞു കൊടുത്തിട്ടും കുട്ടിക്ക് മനസ്സിലാവാത്തപ്പം ടീച്ചർ ഓഫീസിൽ പോയിട്ട് ഗ്ലോബ് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ച് പറഞ്ഞു, മോനെ ഇതാണ് ഭൂമി. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി, ഇതാണോ ടീച്ചറെ ഭൂമി? അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കണ മാതിരിയാ. അപ്പൊ പറഞ്ഞത് ഭൂമി അല്ല, ഭൂമി ഇതുപോലെയൊക്കെയാണ്. ഇതിന്റെ ഒരു 10,000 മടങ്ങ് വലുതാണ് ഭൂമി. ഇങ്ങനെ ഇവിടെയാണ് ഇന്ത്യ, ഇതിനപ്പുറത്ത് അമേരിക്കയാണ്, ഇവിടെ അതാണ് ഇതാണെന്നൊക്കെ കാണിച്ചാലും കുട്ടിക്ക് മനസ്സിലായി. കാരണം അവന് ചെറിയ കാര്യങ്ങൾ, അപരിമേയമായതിനെ ചിന്തിക്കാനുള്ള ശേഷിയില്ല. പരിമിതമായ വസ്തുവിലൂടെ അപരിമേയമായ വസ്തുവിനെ കാണിച്ചു കൊടുത്തു. അതിനാണ് ഗ്ലോബ്. അല്ലാണ്ട് ഗ്ലോബല്ല ഭൂമി. നമുക്കൊക്കെ അറിയാം. പക്ഷേ അതിലൂടെ ഇതൊരു വിഗ്രഹമാണ്. വിശേഷേണ ഗ്രഹിക്കുന്ന സാധനമാണ് വിഗ്രഹം. അതുകൊണ്ട് ഗ്ലോബ് ഒരു വിഗ്രഹമാണ്. മാപ്പ് ഒരു വിഗ്രഹമാണ്. നമ്മൾ വീട്ടിൽ തൂക്കിയിട്ട മാപ്പ് ഒരു വിഗ്രഹമാണ്. കാരണം വിശേഷേണ ഗ്രഹിക്കുന്നതാണ്. അതിലൂടെയാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായത്. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, എത്ര ഭൂഖണ്ഡമുണ്ട്, ഇവിടുന്ന് അമേരിക്കയിലേക്ക് എത്ര ദൂരമുണ്ട്, ദുബായിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, ഏത് ഭാഗത്തേക്ക് പോയാലും ദുബായിൽ എത്തുക, ഏത് ഭാഗത്തേക്ക് പോയാലാണ് എന്താണ് കിട്ടുക എന്നൊക്കെ
ദേശത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണ ഉണ്ടായത് അങ്ങനത്തെ വസ്തുക്കൾ ഉള്ളതുകൊണ്ടാണ്. ഈ ഭൂമിയെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഭൂമിയെ കാണാൻ പറ്റില്ല. അത് അനവധി കാലം തപസ് ചെയ്ത് ഒരു ഋഷീന്റെ ഉള്ളിൽ ഈ വന്ന നോളജാണ്. ചിന്തയിലൂടെയാണ് അവൻ ഭൂമി ഇങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ചത് ചിന്തിച്ച് കണ്ടുപിടിച്ചതാണ്. കാരണം നമ്മൾ എത്രയോ കാലം നമ്മളല്ല, മറ്റു ചില ആൾക്കാർ ഇപ്പോഴും ഒരു വിശ്വസിക്കുന്നത് ഭൂമി പരന്നിട്ടാണ്. ഭൂമി പരന്നിട്ടാന്ന് ചിന്തിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അടുത്ത കാലത്ത് വരെ എല്ലാ നിയമവും ഈ സാധനമൊക്കെ വന്നിട്ടും ഒരു അവസാനം പറയും ഭൂമി പരന്നിട്ടാണ്. എന്താക്കാണ് അല്ലേ? എന്നാലും ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചിട്ടുണ്ട്, ഭൂമി ഉരുണ്ടാണെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഉരുണ്ട് വീണു പോകില്ലെന്നൊക്കെ. കാരണം എന്താ വെച്ചാൽ നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഭൂമി പരന്നിട്ടാ. ഞാൻ നോക്കിയാൽ കാണുന്നൊക്കെ ഇങ്ങനെ പരന്നെടുക്കുക. പക്ഷേ അതിനേക്കാൾ വലിയ കാഴ്ചയുള്ള ആൾക്ക് മാത്രമേ, ആ ഉൾക്കാഴ്ചയുള്ള ആൾക്ക് മാത്രമേ ഭൂമി ഉരുണ്ടാന്ന് പറയാൻ പറ്റൂ. അത് തപസ്സിലൂടെ കണ്ടുപിടിച്ചാണ്. അങ്ങനെയാണ് ഋഷി തപസ് ചെയ്തിട്ടാണ് നവഗ്രഹങ്ങളെ കണ്ടുപിടിച്ചത്. ഋഷി തപസ് ചെയ്തിട്ടാണ് സൂര്യനാണെന്ന് കണ്ടുപിടിച്ചത്. ഋഷി തപസ് ചെയ്തിട്ടാണ് ചന്ദ്രനാണെന്ന് മനസ്സിലായി. ഒബ്സർവേഷനിലൂടെ, നിരന്തരമായ ഒബ്സർവേഷനിലൂടെ, തപസ്സിലൂടെ മാത്രമാണ് ഈ രഹസ്യങ്ങൾ മുഴുവൻ അവന് വെളിപ്പെട്ടത്. അങ്ങനെ ആഴത്തിൽ ചിന്തിച്ച ഋഷി പറഞ്ഞു, മനുഷ്യനെ നമുക്ക് ഈശ്വരന്റെ രൂപം, മനുഷ്യൻ ഇതാണ് രൂപം, ആ രൂപം നിങ്ങളെ രൂപം തന്നെയാണ്. ഇതിനെ തുലനപ്പെടുത്താൻ വേണ്ടി മഹാമേരുവിനെ നമുക്ക് തന്നു. അവിടെ മേരു ഞാനും ഒന്ന് തന്നെയാണ്. ഭൈന്ദവം ബ്രഹ്മരന്ധ്രേച്ച. മഹാമേരുവില് നമ്മൾ വിശദമായിട്ട് മേരുവിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. മേരുവിന് 9 ആവരണങ്ങളാണുള്ളത്. ഏറ്റവും അടിയിൽ സമചതുരാണ്. 3 ചതുരുണ്ട്. അതിനെ ത്രൈലോക്യ മോഹന ചക്രം എന്നാ പറയാം. ഏറ്റവും മുകളിൽ ബിന്ദുവാണ്. ആ ബിന്ദു പ്രപഞ്ചബോധമാണ്. എങ്ങനെയാണ് പ്രപഞ്ചബോധം, അതായത് പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പുള്ള അവസ്ഥ, ശുദ്ധബോധം. ആ ശുദ്ധബോധം പ്രകർഷേണ പഞ്ചീകരണം സംഭവിച്ചാണ് പ്രപഞ്ചം ഉണ്ടായത്. ഈശ്വരൻ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയല്ല. സെമിറ്റിക് നിങ്ങൾ മതങ്ങൾ പറയുന്ന ദൈവമാണ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതാ. ഈ ദൈവത്തെ, ലോകത്തെ ഈ ദൈവം ഉണ്ടാക്കി. അപ്പൊ ചോദിച്ചു, ഈ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ദൈവം എവിടെയായിരുന്നത് എന്ന് ചോദിച്ചു. പറഞ്ഞ് അത് ഈശ്വരൻ ലോകത്തിന്റെ അപ്പുറത്താണെന്നാ. അപ്പം ലോകത്തിന്റെ അപ്പുറത്തുള്ള ലോകം ഏതാണ് എന്ന് ചോദിക്കുമ്പം അന്ത നമ്മളെ കൊഞ്ഞനം കിട്ടി കാണിച്ചു. അങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടില്ല. അല്ലേ? അങ്ങനത്തെ ചോദ്യത്തിന് ഉത്തരമില്ല. എവിടെ ഇരുന്നാ ഈശ്വരൻ ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ആ ഈശ്വരനെ പാരാണ്ടാക്കി എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പ്രശ്നമാണെന്ന് ചോദിക്കാൻ പാടില്ല. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കയ്യോ കാലോ തലയോ ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നാട്ടിലെ ആൾക്കാർ ഉത്തരമില്ലാതെ ചോദ്യം ചോദിച്ചാൽ കൈ മേലാൽ ഇത്രയും ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ ഭാരതം അങ്ങനെയല്ല. ഭാരതം നമ്മളോട് ചോദ്യം ചോദിക്കാനാണ് പ്രേരിപ്പിച്ച്. നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. ഇവിടെ കയ്യും കാലൊന്നും വെട്ടിയില്ല അങ്ങനെ മാതിരി ചോദ്യം ചോദിക്കുമ്പോൾ. അപ്പൊ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് ഭാരതത്തിന്റെ സ്വഭാവം എന്താ? സ്വകാമയതേ ബഹുസ്യാം പ്രജായതേ. ആ ശുദ്ധബോധം ബഹുവായി, ചൈതന്യം ബഹുവായി ഭവിച്ചതാണ് പ്രപഞ്ചം. ഭവിച്ചത് പ്രകർഷേണ പഞ്ചീകരണം സംഭവിച്ചു. ആകാശ അല്ലെ, ഏറ്റവും സ്പേസ് ആണ് ഉണ്ടായിരുന്നത് ആദ്യം. സ്പേസ് എന്ന് പറഞ്ഞാൽ ആകാശം. ആ സ്പേസ് വീണ്ടും അടുത്തപ്പം ഈ സ്പേസ് വായുവായി, വായു വീണ്ടും അഗ്നിയായി, അഗ്നി ജലമായി, ജലം പൃഥ്വിയായി. പ്രകർഷേണ പഞ്ചീകരണം സംഭവിച്ചുകൊണ്ട് ഇതിന് പ്രപഞ്ചം എന്ന പേര് വന്നു. ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്. അപ്പൊ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ബിന്ദു. ആ ബിന്ദു പരിണമിച്ചാണ് ഞാനായത്. ബിന്ദുവിന്റെയും എന്റെയും ഇടയ്ക്ക് ഉണ്ടായത് കാലമാണ്. ഈ കാലം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഞാൻ ഈശ്വരനാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സാധനം തന്നെയാണ് ഞാൻ. അതും ഞാനും വേറെയാണ് എന്ന് എനിക്ക് തോന്നുന്നത് കാലം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ കാലം എന്ന് പറയുന്ന ഒരു സാധനത്തെയും ദേശം എന്ന് പറയുന്ന ഒരു വസ്തുവിനെയും ഇല്ലാതാക്കിയാൽ അപ്പം ഞാൻ ഈശ്വരനാണ്. അതുകൊണ്ട് ഈശ്വരൻ കാലദേശാവധിഭ്യം, കാലത്തിന്റെയും ദേശത്തിന് അപ്പുറത്താണ് ഈശ്വരൻ ഉള്ളത്. ദേശത്തിന് അപ്പുറത്താണ് മഹാത്രിപുര സുന്ദരി ഉള്ളത്. അതുകൊണ്ട് തന്നെ കാലത്തെയും ദേശത്തെയും ഉണ്ടാക്കുന്നത് സൂര്യനും ചന്ദ്രനും ആയതുകൊണ്ട് മഹാത്രിപുര സുന്ദരിയുടെ ഒരു കാതില് സൂര്യനും മറ്റേ കാതില് ചന്ദ്രനുമാണ്. കാലാതീതനാണ്. നമ്മൾ കാലത്തിന്റെ ഉള്ളിലാണെങ്കിൽ, കാലത്തിന്റെ ഉള്ളിലുള്ള ഒരാളെ മാത്രമേ കാലൻ ഇല്ലാതാക്കാൻ പറ്റൂ. കാലൻ എന്ന് പറയുന്നത് കാലമാണ്, ടൈമിനെയാണ് ഭാരതം കാലൻ എന്ന് വിളിച്ചത്. അത് പോത്തിന്റെ പുറത്ത് വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാം. ടൈം ആണ് കാലൻ. സമയത്തിന് ഭാരതം വിളിച്ചത് കാലൻ എന്നാണ്. അപ്പൊ സമയത്തിന് അപ്പുറത്തേക്ക് ഇങ്ങ് പോകുമ്പോൾ സാധിക്കും. ഞാൻ ശരീരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ മരണമുള്ളൂ. ഞാൻ ശരീരമല്ല, ശരീരം എൻ്റെതാണെന്ന് ചിന്തിക്കുന്ന ആൾക്ക് മരണമില്ല. ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കുന്ന ആളെ കാലൻ ഇല്ലാതാക്കും. ഞാൻ ശരീരമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ കാലനെ ജയിച്ചു, മഹാകാലനായി. ആ മഹാകാലൻ ശിവനാണ്. അത് ആ ശിവന് നാശമില്ല. ശിവന് നാശമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ എനർജിക്ക് നാശമില്ല. എനർജി അല്ലേ,
അല്ലേ, എനർജി നമുക്ക് സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നല്ലേ? ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ എനർജി സാധിക്കുക. പോലെ അതിന് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഇല്ല. നമുക്ക് ശരീരത്തിന് സൃഷ്ടി, സ്ഥിതി, സംഹാരമുണ്ട്. നമ്മൾ ജനിച്ചത് സൃഷ്ടിയാണ്, നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം സ്ഥിതിയാണ്, അറ്റാക്ക് വന്നാൽ സംഹാരമായി. പിറ്റേന്ന് ആൾക്കാരെല്ലാം കൂട്ടി കത്തിക്കുകയും ചെയ്യും, നമ്മളെ കഴിഞ്ഞ് തീർന്നു. പക്ഷേ അവിടെ തീരാതെ നിൽക്കുന്ന ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്. അത് ശക്തിയാണ്, എൻ്റെ ജീവനാണ്, ജീവശക്തിയാണ്, അത് ശിവനാണ്. അതിന് കാലനെ നശിപ്പിക്കാൻ പറ്റില്ല. അത് മഹാകാലനാണ്. ഞാൻ അതാണ് എന്ന്, ഞാൻ ശരീരമാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കേ മരണമുള്ളൂ. അങ്ങനെ ഞാൻ എന്ന ബോധത്തിൽ പ്രപഞ്ചബോധത്തിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ, ഈ കാലത്തിന്റെ അപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണ് ശ്രീചക്ര പൂജ. അതിനെയാണ് മഹാമേരുവായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാനും മേരു ഒന്ന് തന്നെയാണ്. അങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ. കാരണം അവിടെയാണ് കൗളത്തിൽ ഈ ക്രിയാകലാപങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞു, ഈ ക്രിയാകലാപത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിയാൽ പോരെ. അങ്ങനെയാണ് സമയാചാരം ഉണ്ടായത്. ഒരു ക്രിയാകലാപത്തിനും പോകേണ്ട ആവശ്യമില്ല. എവിടെങ്കിലും ഇരുന്ന് ആ ഭാവന ചെയ്താൽ മതി. അവിടെയാണ് ഈ വെറുതെ എവിടെങ്കിലും ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി വെറുതെ ഇരിക്കുക എന്നുള്ള. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഫോണിൽ ഇങ്ങനെ തോണ്ടി വെക്കും. അപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, നിങ്ങൾ ഫോണിൽ തോണ്ടി വെക്കുക. ഇനി വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ കടന്നുറങ്ങും, അത് നിങ്ങൾ ഉറങ്ങുകയാണ്, വെറുതെ ഇരിക്കുകയല്ല. ഉറങ്ങണ സമയത്ത് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലേ? ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. കാരണം ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും. ഈ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. പണിയെടുത്ത ആൾക്കാർ ക്ഷീണിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ക്ഷീണിച്ചു പോവുക ചിന്തിച്ചിട്ടാണ്. ചിന്തിച്ച് വിഷമിച്ച് ക്ഷീണിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ സമയത്ത് എന്തെങ്കിലും പണിയെടുത്താൽ അത്ര ക്ഷീണം ഉണ്ടാവില്ല എന്ന് പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ട പണിയെടുത്താൽ തീരെ ക്ഷീണം ഉണ്ടാവില്ല, നമുക്ക് എനർജി ഇങ്ങോട്ട് കിട്ടുക. അപ്പം ഈ കണ്ണടച്ച് വെറുതെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ള എളുപ്പപ്പണിയാണെന്ന് വിചാരിക്കരുത്. അത് വളയൻ്റെ ഉള്ളിൽ കൂടി ചാടി 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 വളമില്ലാതെ ചാടുന്ന മാതിരിയാണ്. അപ്പോൾ പണ്ടൊരാൾ ഒരു സർക്കസ് കാണാൻ പോയി, നമ്പൂരി നോക്കുന്ന സമയത്ത് ഒരാൾ വലിയ വളയെടുത്ത് അതിൻ്റെ ഉള്ളിൽ ചാടുന്നുണ്ട്. കുറച്ച് അതിനേക്കാൾ ചെറിയൊരു വളയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി ചാടി, പിന്നെ അതിനേക്കാൾ ചെറിയൊരു വളയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി ഇയാൾ ചാടി. ഇത് കണ്ടപ്പോൾ നമ്പൂരി പറഞ്ഞിട്ട്, ഞാൻ വളമില്ലാണ്ട് ചാടൂലേ, പിന്നെ എന്താ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടെന്ന്. ഇമാതിരി വർത്താനാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് സമയാചാരിയാവാൻ ഈ ക്രിയാകലാപങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പറ്റും. എപ്പം? ക്രിയാകലാപങ്ങളിലൂടെ മാത്രമേ അതിനപ്പുറത്തുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സ്ഥൂലം സൂക്ഷ്മം, സ്ഥൂലം സൂക്ഷ്മം സൂക്ഷ്മതമം സൂക്ഷ്മതരം ശുദ്ധവിദ്യ എന്ന് പറയുന്ന ക്രമത്തിലേക്ക് പോയത്. അതൊരു ക്രമം അനുസരിച്ച് പോകേണ്ടതാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് ബിംബം വേണം. ബിംബാരാധനയിലൂടെ മാത്രമേ ബിംബമില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ. എല്ലാത്തിനും അങ്ങനെയാണ്. അവിടെയാണ് ആദ്യം നമ്മൾ ശ്രീചക്രം നമ്മുടെ ശരീരം തന്നെയാണെന്ന് പറഞ്ഞു. ഈ ഉള്ളിൽ ഞാൻ തന്നെയാണ് ശ്രീചക്രം, ഞാൻ തന്നെയാണ് ദേവത. എൻ്റെ ഉള്ളിൽ മൂലാധാരമാണ് ഞാൻ എന്നുള്ള ബോധം. എൻ്റെ സഹസ്രാരത്തിലെ ബോധമാണ് ഞാൻ, പ്രപഞ്ചമാണെന്നുള്ള ബോധം സെയിമാണ്. എൻ്റെ ഉള്ളിലെ ഞാനെന്ന ബോധത്തെ വികസിപ്പിച്ച് പ്രപഞ്ചബോധത്തിലേക്ക് എത്തിക്കലാണ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും ലക്ഷ്യം. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നിക്കണം എന്നാണ്. ഞാനെന്ന തോന്നല, ഞാനെന്ന ചെറിയ ചിന്തയാണ് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ, എനിക്കുള്ളത്, എൻ്റെത്, ഞാൻ ശ്രീനാഥാണ്, ഇതൊക്കെ എൻ്റെതാണ്, എനിക്കുള്ളതാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. ഞാൻ വലുതായി ഞാൻ പ്രപഞ്ചമാണ്, ഈ സമസ്ത പ്രപഞ്ചം എൻ്റെ ഉള്ളിലാണ്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് എന്നുള്ള തോന്നൽ വന്നാൽ പിന്നെ ഇതൊന്നും എല്ലാ പ്രപഞ്ചം മൊത്തം എൻ്റെതാണെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചത്തിലെ ഈ ഫോണിൻ്റെതാണെന്ന് പറയുമോ? ഈ മൗസിന് വേണ്ടി ഞാൻ നല്ല പിടിയും കൂടുവോ? ഈ പെണ്ണ് ഞാൻ വേറെ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിക്കുവോ? ഇല്ല. ഞാൻ എത്രയോ ചെറുതായപ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ആ ചെറിയ ഞാൻ വളർന്ന് പ്രപഞ്ചബോധത്തിലേക്ക് വികസിക്കാനാണ് ഇവിടെ എല്ലാ പദ്ധതിയും ഉണ്ടായത്. അതിന് ധാരാളം പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വളരെ സ്പഷ്ടമായ, ടെക്നിക്കലി കൃത്യമായി ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ് ഈ ശ്രീവിദ്യാ പന്ഥാവ് അല്ലെങ്കിൽ ശ്രീചക്ര പൂജ. ഈ പദ്ധതി പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്തെല്ലാ സ്ഥലത്തും എൻലൈറ്റൻഡ് മാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭാരതത്തിന്റെ പ്രത്യേകത, ഇവിടെ നിങ്ങൾക്ക് പടിപടിയായി അക്കാഡമിക്കലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ മണ്ണിലെ ഏതൊരാൾക്കും ഈശ്വരനായി ഉയരാനുള്ള ടെക്നിക്ക്, പദ്ധതി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്കും സാധിക്കും. അത്ര കൃത്യമായിട്ടൊരു ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടെക്നിക്കലി ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള പദ്ധതികൾ മുഴുവൻ. നിർഭാഗ്യവശാൽ ആ പദ്ധതിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന് വേറെ പല കാര്യങ്ങൾക്കാണെന്ന് മാത്രം. ഇപ്പം നമ്മൾ പൂജ ചെയ്യുന്നത് അഭീഷ്ട സിദ്ധിക്ക് വേണ്ടിയിട്ട്, അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് എന്തെങ്കിലും അപകടം വരുത്താൻ വേണ്ടിയിട്ട്, നമുക്ക് പുതിയ കാറ് കിട്ടാൻ വേണ്ടിയിട്ട്, ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയെന്ന് വെച്ചാൽ യോഗ ഉണ്ടായത് എന്തിനാ? യോഗത്തിൽ ജ്ഞാനം ഈശ്വരനല്ലേ, യുജിധാതു എന്നാണ്. ആ
ഈശ്വരനും ഞാനും കൂടിയുള്ള യോഗത്തെ അറിയാനാണ് യോഗ ഉണ്ടാക്കിയത്. പക്ഷെ ഇന്ന് കാണാം നടുവേദനയ്ക്ക് യോഗ, പല്ലുവേദനയ്ക്ക് യോഗ, ചെന്നിക്കുത്തിന് യോഗ, പിന്നെ കാൽവേദന മാറാൻ യോഗ, കണ്ണിന്റെ കാഴ്ചശക്തി കിട്ടാൻ യോഗ, പ്രമേഹത്തിന് യോഗ, പ്രഷർ കുറയ്ക്കാൻ യോഗ എന്ന് എല്ലാ സ്ഥലത്തും ബോർഡ് കാണാം. എന്തൊരു വലിയൊരു സങ്കല്പത്തെ നമ്മൾ ചെറുതാക്കി കൊണ്ടുവന്നതുപോലെ ഈ ഈശ്വരനായിട്ട് വരാനുണ്ടാക്കിയ ആ പദ്ധതിയെ ഇന്ന് നമ്മൾ പൂജയ്ക്ക് പല കാര്യങ്ങൾ, ശത്രു സംഹാരത്തിനുള്ള പൂജ, അതുപോലെ തന്നെ ജോലി കിട്ടാനുള്ള പൂജ, അങ്ങനെ പല പല കാര്യങ്ങൾ അതൊക്കെ സംഭവിക്കും. നമ്മളെ ലക്ഷ്യം ചെറുതായി പോയി. ഇതൊക്കെ അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. നമ്മൾ പോകേണ്ടത് ആ ലക്ഷ്യത്തെ, ഞാനെന്ന ബോധത്തെ പ്രപഞ്ചബോധത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ടായ സകല പദ്ധതികളും ഉണ്ടായത്. മേഘത്തിന്റെ അപ്പുറത്ത് ഒളിച്ചിരിക്കുന്ന ഏതെങ്കിലും ദൈവത്തെ മണിയടിച്ച് കാര്യങ്ങൾ നേടുക എന്നുള്ളത് നമ്മളെ പദ്ധതിയല്ല. എനിക്ക് ഈശ്വരനായിട്ട് ഉയരണം, അത് മാത്രമാണ് എൻ്റെ മിനിമം ആവശ്യം. അതല്ല, അതിന്റെ താഴേക്ക് ഒരു ആവശ്യം എനിക്കില്ല. അങ്ങനെയാണത് പിടിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് തന്നാണ് മഹാമേരു. ആ മഹാമേരു ഭൈന്ദവം ബ്രഹ്മരന്ധ്രേച്ച, ആ ശ്രീചക്രത്തിന്റെ മുകളിലെ ബിന്ദു എന്ന് പറയുന്നത് എൻ്റെ ബ്രഹ്മരന്ധ്രമാണ്. മസ്തകേജ ത്രികോണകം, തൊട്ട് താഴെ ത്രികോണമുണ്ട്. മഹാമേരുവിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, നാളെ ഞാൻ കാണിച്ചു തരാം. മേരുവിന്റെ ഏറ്റവും അടിയിൽ സമചതുരാണ് ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറയും. അതിന്റെ മുകളിൽ നമുക്കൊരു 16 ദളാണ്, അതിന്റെ മുകളിൽ ഒരു 8 ദളുണ്ട്, അതിന്റെ മുകളിൽ ഒരു 14 കോണുണ്ട്, അതിന്റെ മുകളിൽ ഒരു 10 ദളുണ്ട് ബഹിർദശാരം, അതിന്റെ മുകളിൽ വീണ്ടും ഒരു 10 കോണുണ്ട് അന്തർദശാരം, അതിന്റെ മുകളിൽ ഒരു 8 കോണുണ്ട് അഷ്ടാരം, അതിന്റെ മുകളിൽ ഒരു ത്രികോണുണ്ട്, അതിന്റെ മുകളിൽ ഒരു ബിന്ദുണ്ട്. ഇങ്ങനെ 9 ആവരണങ്ങളായിട്ടാണ് മഹാമേരുള്ളത്. നവ ആവരണാണ്. ഈ 9 ആവരണങ്ങളിൽ നമ്മൾ ഞാനെന്ന ബോധം, ഈ പ്രപഞ്ചം എന്ന ബോധം ഞാനായത് ഈ 9 ആവരണങ്ങളിലൂടെയാണ്, 9 ലേയേഴ്സിലൂടെയാണ്. ഈ 9 ലെയറിലൂടെ തിരിച്ച് നടന്നാൽ, തിരിച്ച് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും. ഈ 9 ലെയർ ഞാൻ എന്ന ബോധം, പ്രപഞ്ചബോധം ഞാനാവുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? പഞ്ചഭൂതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 5 കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളെ കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? ആ ഉണ്ടായ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പരിണമിച്ച് ഞാനായതാ. തിരിച്ച് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോവാം. എൻ്റെ സ്വത്വത്തിലേക്കുള്ള യാത്രയാണ് ഭാവന മനുഷ്യത്വം. അതിനുവേണ്ടി ക്രമാനുഗതമായി എങ്ങനെയാണ് ഇങ്ങനെ യാത്ര ചെയ്യേണ്ടത് പറഞ്ഞു തന്നു. ആ 9 ആവരണം എൻ്റെ ശരീരത്തിലുണ്ട്. ബിന്ദു അല്ലേ, ഭൈന്ദവം, ബിന്ദുസ്ഥാനം, ഭൈന്ദവം ബ്രഹ്മരന്ധ്രേച്ച, ബ്രഹ്മരന്ധ്രത്തിലെ ബിന്ദു, മസ്തകേജ ത്രികോണകം, ഈ ഇവിടെയാണ് മസ്തകം, മസ്തകത്തിലാണ് ത്രികോണം. ലലാടെ അഷ്ടാര ചക്രമുസ്യാൽ, തൊട്ട് താഴെ 8 കോണ് ലലാടത്തിലാണ്, നെറ്റിയിലാണ്. ബ്രൂവോർ മധ്യേ ദശാരകം, ഭ്രൂമധ്യത്തിലാണ് ദശാരകം, അന്തർദശാരം ഉള്ളത്. ബഹിർദശാരം കണ്ടസ്യാൽ, കഴുത്തിലാണ് ബഹിർദശാരം ഉള്ളത്. ബഹിർദശാരം കണ്ടസ്യാൽ മന്യുശ്രീ ഹൃദയാംബുജൈ, ഹൃദയത്തിൽ ആണ് 14 കോണുള്ളത്. മന്യം 14 മന്വന്തരങ്ങളാണ്. അതുകൊണ്ട് മന്യം എന്ന് പറഞ്ഞാൽ 14 എന്നർത്ഥം. മന്യശ്രീ ഹൃദയാംബുജൈ. കുക്ഷൗതു പ്രഥമം വൃത്തം, വയറിൽ ആണ് ഒരു വൃത്തമുള്ളത്. കുക്ഷൗത് പ്രഥമം വൃത്തം, നാഭാവ് അഷ്ടതലാംബുജം, താഴെയുള്ള 8 ദളുണ്ട് എന്ന് പറഞ്ഞു. അതെവിടെയാ? നാഭിയില്. നാഭാവ് അഷ്ടതലാംബുജം. കഠൗ ദ്വിതീയ വലയം, കടിപ്രദേശത്ത് 2ാമത്തെ വലയം. കഠൗ ദ്വിതീയ വലയം. ഭൈന്ദവം ബ്രഹ്മരന്ധ്രേച്ച, മസ്തകേജ ത്രികോണകം, ലലാടേഷ്ടാരചക്രം സ്യാൽ, ഭ്രൂവോർ മധ്യദശാരകം, ബഹിർദശാരം കണ്ടസ്യാൽ മന്യശ്രീ ഹൃദയാംബുജേ, കുക്ഷോത് പ്രഥമം വൃത്തം, നാഭാവ് അഷ്ടതലാംബുജം, കഠൗ ദ്വിതീയ വലയം, സ്വാധിഷ്ഠാനേ കലാശ്രയം. സ്വാധിഷ്ഠാന ചക്രത്തിലാണ് കലാശ്രയം. കല എന്ന് പറഞ്ഞാൽ എത്ര കലകളാണുള്ളത്? 16 കലകളാണുള്ളത്. പ്രഥമ, ദ്വിതീയ, ചതുർത്ഥി, അങ്ങനെ അമാവാസി മുതൽ പൗർണമി വരെ 16 കലകളായതുകൊണ്ട് കല 16 എന്നർത്ഥം. നേരത്തെ 14 സൂചിപ്പിക്കാൻ നമ്മൾ എന്താ പറഞ്ഞത്? മനു എന്ന് പറഞ്ഞു. കാരണം എന്താ? 14 മന്വന്തരങ്ങളാണ്. അതുകൊണ്ട് മനു എന്ന് പറഞ്ഞാൽ നമ്മൾ 14 എന്ന് പറയും. കല എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പം 16 ദളം സ്വാധിഷ്ഠാന ചക്രത്തില്, സ്വാധിഷ്ഠാന കലാശ്രയം 16 ദളങ്ങൾ. സ്വാധിഷ്ഠാന മൂലേ തൃതീയ വലയം, മൂലാധാരത്തില് തൃതീയ വലയം. ജാനുഭ്യാശ്ച മഹീപുരം, ജംഗേ ദ്വിതീയ ഭൂഗേഹം, തൃതീയം പാദയുഗ്മയോ. ഒരാള് പത്മാസനത്തിൽ ചമ്രം പണിഞ്ഞിരിക്കുകയാണെങ്കിൽ അയാളുടെ കാല് ഭൂമിയിൽ സ്പർശിക്കുന്ന സ്ഥലമാണ് മൂലാധാരം. നമ്മളെ മൂലാധാരം അവിടെ ഉണ്ടാവുക. ആ മൂലാധാരം ബിന്ദു വരെ എങ്ങനെയാണോ ശ്രീചക്രം ഉള്ളത്, ആ നട്ടൽ നിവർത്തി പത്മാസനത്തിലിരിക്കുന്ന ഒരാള് ശ്രീചക്രം തന്നെയാണ്. അപ്പൊ ശ്രീചക്രത്തിൽ പൂജ ചെയ്യുമ്പം നമ്മളെ അതാത് ചക്രങ്ങള്, നമ്മളെ ഉള്ളിലെ ചക്രേശ്വരികള് ദേവതകളാണ് ഉണരുന്നത്.
അപ്പൊ നിങ്ങളെ ഉള്ളിലുള്ള ദേവതയെ നിങ്ങൾക്ക് കണ്ടെത്താൻ നമ്മൾ പുറത്ത് നിങ്ങളെ കാണാൻ നിങ്ങൾക്ക് കണ്ണാടി ഉപയോഗിക്കണം. നിങ്ങൾ രാവിലെ ഇടയ്ക്ക് പോണ സമയത്ത് കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഭംഗിയാക്കണം എന്തുകൊണ്ടാ? നമ്മളെ നമുക്ക് കാണാൻ കണ്ണാടിന്റെ ആവശ്യമുണ്ട്. അതേപോലെയാണ് നിങ്ങളെ നിങ്ങൾക്കറിയാൻ വേണ്ടിയുള്ള കണ്ണാടിയാണ് മഹാമേരു. അതുകൊണ്ട് അതിനെ വിമർശം എന്ന് പറയാറുണ്ട്. അത് നമ്മളെ വിമർശിപ്പിക്കുന്നതാണ്. എല്ലാ വിഗ്രഹങ്ങളും നിങ്ങളെ വിമർശിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ണാടി പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് കണ്ണാടിയാണ്. നമ്മളെ കയ്യിൽ വാൽക്കണ്ണാടിയാണുള്ളത്. എന്താണ് കണ്ണാടി? നിങ്ങളെ തന്നെയാണ് നിങ്ങൾ പൂജിക്കേണ്ടത്. നിങ്ങൾ തന്നെയാണ് ദേവത. ആ നിങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ വിമർശം. അതുകൊണ്ടാണ് കണ്ണാടി. അല്ലാണ്ട് നമ്മൾ മെർക്കുറിയുള്ള കണ്ണാടിനെ പൂജിച്ചല്ല. കണ്ണാടിയെ അല്ല പ്രതിഷ്ഠിച്ചത്. ആ കണ്ണാടി ഒരു ഉപകരണമാണ്. നിങ്ങൾക്ക് നിങ്ങളെ കാണാനുള്ള ഉപകരണമാണത്. അതല്ല, പക്ഷെ അവിടെ എനിക്ക് എന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് കണ്ണാടി പ്രത്യേകിച്ച് ഫിലോസഫിക്കലി സ്ഥാപിച്ചാണ്. അതുകൊണ്ട് തന്നെ ശ്രീവിദ്യയിൽ നമ്മൾ പൂർണ്ണദീക്ഷിതരായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പിൽ വെക്കേണ്ടത് കണ്ണാടിയാണ് വെക്കുക. നമ്മൾ ദേവതേന്റെ രൂപം പോലും മാറ്റും. ഇന്നൊരു കണ്ണാടി വെച്ചിട്ടാണ് ഇരുന്നിട്ടാണ് പൂജിക്കുക. കാരണം കണ്ണാടിയിൽ കാണുന്നത് തന്നെയാണ് ശ്രീവിദ്യ. നീയും അത് ഒന്ന് തന്നെയാണ്. നിന്നെ കാണാൻ അത് ഉപയോഗിക്കുന്നതാണ്. അതുവരെ നമ്മൾ ദേവതേന്റെ മനോഹരമായ ചിത്രമൊക്കെ അവിടെ വെച്ച് പൂജിക്കും. പക്ഷെ പൂർണ്ണദീക്ഷ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ദേവതേന്റെ രൂപം കൊണ്ട് കത്തിച്ചിട്ട് നമ്മളെ രൂപം തന്നെ നമ്മൾ കാണാൻ തുടങ്ങും. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഈ ബിംബം പോലും നിങ്ങളുടെ മോക്ഷത്തിന് തടസ്സമായി നിൽക്കും. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസര് അദ്ദേഹം കണ്ണടച്ചാൽ കാളിനെയാ കാണുക. കാളി മാത്രമേ ഉള്ളൂ. എവിടെ നോക്കിയാലും കാളിയെ കാണും. കാളി എന്ന് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു കൊടുക്കും. അപ്പൊ അവസാനം തോതാപുരിക്ക് മനസ്സിലായി ഈ മനുഷ്യന് മോക്ഷം കിട്ടാൻ യാതൊരു വഴിയില്ല. കാരണം ഇയാൾ കാളിയിൽ കുടുങ്ങി കിടക്കുക. അപ്പൊ തോതാപുരി പറഞ്ഞു, മോനെ ഇത് ശരിയാവില്ല, ഈ കാളീനെയും കൂടി ഉപേക്ഷിക്കണം. അയ്യോ, കാളീനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ? കാളിന്റെ അമ്മയാണ്, ഒരു രക്ഷയില്ല. കണ്ണടയ്ക്കുമ്പോൾ ഈ കാളീനെ ഞാൻ കാണും. എനിക്ക് അത്രയും സ്നേഹവും വാത്സല്യമാണ്. എങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതിനെ ഒഴിവാക്കാൻ പറഞ്ഞാൽ നടക്കുമോ? അപ്പൊ തോതാപുരി പറഞ്ഞു, ഈ പണി നടക്കൂല. നിനക്ക് സായുജ്യം വേണമെങ്കിൽ നീ കാളീനെ, നിന്റെ മോക്ഷത്തിന് സായുജ്യത്തിന് തടസ്സമായി നിൽക്കുന്നത് നിന്റെ അമ്മയാണ്, നിന്റെ കാളിയാണ്. ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക്. പക്ഷേ ഞാൻ നിനക്കൊരു ചാൻസ് തരാം. നീ കണ്ണടച്ചിട്ട് നിന്റെ കാളിയെ മുമ്പിൽ വരുമ്പം നീ വാളെടുത്ത് കാളിയെ വെട്ടണം. പറ്റുമോ കാളിയെ വെട്ടാൻ? നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വെട്ടണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? നമ്മളെ കുട്ടികളെ, നമ്മളെ അമ്മേനെ, നമ്മളെ ഭാര്യനെ, നമ്മളെ ഭർത്താവിനെ ഭർത്താവിനെ വെട്ടാൻ പിന്നും പറ്റാൻ മതി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളെ നമുക്ക് വെട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അത് രണ്ടും കൂടി ശരിയാവുന്നില്ല. അതുകൊണ്ടാണ് അപ്പൊ വെട്ടാൻ പറ്റുമോ? കാരണം അതുകൊണ്ടാണല്ലോ നാട്ടിൽ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും കൊണ്ട് വെട്ടുന്നത്. അപ്പൊ പ്രിയപ്പെട്ടത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇത് രണ്ടും കൂടി ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടതിനെ വെട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്തായാലും ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഒരിക്കലും കാളീനെ വെട്ടാൻ പറ്റണ്ടല്ലേ. അപ്പൊ മൂപ്പര് കണ്ണടച്ചു, വാള് പിടിച്ചെന്നു. കണ്ണടച്ചപ്പോ കാളി മുമ്പിൽ വന്നു, വാള് കയ്യിൽ നിന്ന് വീണു. അമ്മേന്ന് വിളിച്ച് കണ്ണ് നിറഞ്ഞു കൊടുക്കുക. ഈ ചങ്ങാതിനെ കൊണ്ട് ഒരിക്കലും ഈ പണി പറ്റൂല എന്ന് തോതാപുരിക്ക് മനസ്സിലായി. അവസാനം പറയും, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നീ വാള് പിടിച്ച് നിൽക്കുക. നിന്റെ അമ്മയെ കാണുമ്പോൾ ഞാൻ നിന്റെ നെറ്റിയിലൊന്ന് അമർത്തും. ആ സമയത്ത് ധൈര്യം ശക്തി ഉപയോഗിച്ച് വെട്ടിക്കൊള്ളണം. അങ്ങനെ ഒരു രക്ഷയില്ല. കാരണം ഗുരുനാഥനാ പറയുന്നത്. ഗുരുനാഥൻ പറഞ്ഞാൽ പിന്നെ ചെയ്തേ പറ്റും. ഇങ്ങനെ വാളയുന്നു, കാളി മനസ്സിൽ വന്നു, വെട്ടാൻ പറ്റുന്നില്ല. തോതാപുരി ലാസ്റ്റ് ഒരു നിർദ്ദേശം കൊടുത്തപ്പോൾ രണ്ടും കൽപ്പിച്ചു ഒറ്റ വെട്ടക. അമ്മയെ വെട്ടി, കാളിയെ വെട്ടി. ആഴത്തിലുള്ള സമാധിയിലേക്ക് പോയി. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് സായുജ്യത്തിന് തടസ്സമായി നിന്നത് തൻ്റെ അമ്മയായിരുന്നു. അപ്പൊ അവിടെ ഈ പറയുന്ന ബിംബങ്ങളൊക്കെ നാളെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് തടസ്സം നിൽക്കുന്ന വസ്തുക്കളാണ് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും. പക്ഷെ അവിടെ എത്തുന്നത് വരെ നമുക്ക് വള ആവശ്യമുണ്ട്. വളയെ കൂടി ചാടിയിട്ട് മാത്രമേ വളയില്ലാണ്ട് ചാടാൻ പറ്റൂ. അതുകൊണ്ട് ഈ വിഗ്രഹാരാധകരെ മോശമായിട്ട് അത് മോശമാണ്. ഇപ്പോൾ പല ആൾക്കാരും പറയും വിഗ്രഹമൊക്കെ LKG പഠിക്കുന്ന കുട്ടികൾക്കുള്ളല്ലേ, ഞങ്ങൾ UP സ്കൂളൊക്കെ എത്തി, ഞങ്ങൾ ഹൈസ്കൂളിൽ PhD ക്കാണ്, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് ഇത് എത്താൻ സാധിച്ച LKG കഴിഞ്ഞാൽ PhD എത്താൻ പറ്റും. അല്ലാണ്ട് നേരിട്ട് നിങ്ങൾക്ക് ഈ ഡിഗ്രി ക്ലാസ് സ്കൂളിൽ പോയി ചേരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ആവശ്യമാണ്. അതിലൂടെ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് അതിനെ പവിത്രമായിട്ട് തന്നെ കാണണം. അപ്പൊ ഈ ക്രമത്തിനനുസരിച്ചാണ് ഈ പറയുന്ന സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതമം, സൂക്ഷ്മതരം, ശുദ്ധവിദ്യ, ആ ക്രമം അനുസരിച്ച് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി നമ്മൾക്ക് ദേവതന്റെ മഹാത്രിപുരസുന്ദരിയുടെ രൂപത്തെ നമ്മൾ ഉപാസിക്കാറുണ്ട്. ദേവതന്റെ മുഖവും കയ്യും കാലൊക്കെ ആയിട്ട് ആയുധങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ദേവതനെ നമ്മൾ പൂജിക്കാറുണ്ട്. അത് സ്ഥൂല രൂപമാണ്. എല്ലാ ദേവതയ്ക്കും സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്. ആ ശ്രീവിദ്യയുടെ സ്ഥൂലമാണ് രൂപമെങ്കിൽ അതിന്റെ സൂക്ഷ്മമാണ് മഹാമേരു. അതുപോലെ തന്നെ ശ്രീവിദ്യ മന്ത്രം.
അതിൻ്റെ ഏറ്റവും സട്ടിലായിട്ടുള്ള ഏറ്റവും ഉള്ളിലത്തെ ഏറ്റവും വലിയ വിദ്യ ഞാൻ തന്നെയാണ്. എൻ്റെ ഉള്ളിലെ കുണ്ടലിനി, എൻ്റെ ഉള്ളിലെ ശക്തിയാണ് ദേവത. അതുകൊണ്ട് എൻ്റെ ശക്തിയെ ഞാൻ പുറത്ത് കാണാൻ സാധിക്കില്ല. അത് അവിടെ എത്തുന്ന സമയത്ത് അതുകൊണ്ട് സമയാചാരം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പദ്ധതിയാണ്. നിങ്ങൾക്ക് മറ്റ് അവസ്ഥകളിലൂടെ വന്ന് ഏറ്റവും അവസാനം സമയാചാരത്തിൽ എത്താൻ പറ്റൂ. അല്ലാണ്ട് ഞാൻ ആദ്യമേ സ്കൂൾ ഓഫ് സമയാചാരത്തിലാണ് ഞാൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇതിലൂടെ മാത്രം കൊണ്ട് എത്താൻ സാധിക്കും. അതിനു വേണ്ടി ഉണ്ടായ പദ്ധതിയാണ്. അങ്ങനെ നമ്മൾ ആ സമയാചാരത്തെ ഈ എൻ്റെ ശരീരത്തിൽ തന്നെ ശ്രീചക്ര പൂജ ചെയ്യുന്ന ഈ ക്രിയാകലാപങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നത്, അതിന് നമുക്ക് ഏറ്റവും വലിയ സഹായിക്കുന്ന വസ്തുവാണ് നമ്മളെ രണ്ടാമത്തെ പാർട്ട്. അതാണ് ഭാവന. കാരണം ഭാവനയിലൂടെ മാത്രമേ ഇത് സാധിക്കൂ. ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. നിങ്ങളെ കണ്ണിന് പരിമിതിയുണ്ട്, കേൾവിക്ക് പരിമിതിയുണ്ട്, 5 ഇന്ദ്രിയങ്ങൾക്കും നിങ്ങൾക്ക് പരിമിതിയുണ്ട്. കാരണം ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് അതിനെ അനുഭവിക്കാൻ സാധിക്കില്ല. ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് നമ്മളെ അതിൽ നിർത്താൻ പറ്റും. കാരണം ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഈശ്വരൻ അനുഭവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ ഉപേക്ഷിച്ച് ഒരിക്കലും നിങ്ങൾക്ക് അതിനെ അനുഭവിക്കാൻ പറ്റില്ല. അതാണ് വേറെ രസം. ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ അതിനെ അനുഭവിക്കാൻ പറ്റൂ. ഇന്ദ്രിയങ്ങളെ നിഷേധിച്ചുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഉപാസനന്റെ ആദ്യകാലത്ത് നമുക്ക് കാണണം, രൂപം കാണണം, നമുക്ക് മന്ത്രം കേൾക്കണം, നമുക്ക് ആ ചന്ദനത്തിൻ്റെ സ്മെല്ല് അനുഭവിക്കണം, നമ്മൾക്ക് പൂജ എങ്ങനെ ചെയ്യണം, പൂവൊക്കെ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യണം. ഈ 5 ഇന്ദ്രിയങ്ങൾ നമ്മൾ എൻഗേജഡ് ആക്കി. കാരണം ഇവരെ ഈ 5 ആൾക്കാരെ എൻഗേജഡ് ആക്കാതിരുന്ന പ്രശ്നമാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കൈയിൻ്റെ വഴിക്ക് പോകും, കാലിൻ്റെ വഴിക്ക് പോകും, ചിന്തേനെ വഴിക്ക് പോകും, കേൾവി വേറെ വഴിക്ക് പോകും, ഒക്കെ ഓരോന്നിൻ്റെ വഴിക്കായിട്ട് പോകും. അപ്പൊ ഇവരെ ആദ്യം ഒന്ന് എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിർത്തണം. അതിനുവേണ്ടി ഇവർക്ക് എല്ലാവർക്കും എൻഗേജഡ് ആക്കി. അതാണ് ഈ ക്രിയാകലാപങ്ങൾ. അങ്ങനെ എൻഗേജഡ് ആക്കി എപ്പോഴെങ്കിലും നമുക്ക് ആ സാധനം കിട്ടും. അത് എപ്പോഴാണ് കിട്ടുകയെന്ന് അറിയില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ 3 തരത്തിൽ നമ്മൾ ദേവതയെക്കുറിച്ച് 3 വിധാനത്തിലാണ് ദേവതയെക്കുറിച്ച് നമ്മൾ പറയാം. അതിനുള്ള പര, അപര, പരാതിപര എന്ന് പറയും. പര എന്ന് പറഞ്ഞാൽ ആ ദിവ്യ ശക്തിയാണ്. അപര എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപര, പര, പരാൽപര എന്ന് പറഞ്ഞാൽ ദേവതനെ എന്നിലും കാണും, അതിലും കാണും. ഈ 3 രീതിയിൽ. അത് നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ പറയാം. പര, അപര, ഭേദം, അഭേദം, ഭേദാഭേദം എന്ന് പറയാറുണ്ട്. ഭേദം എന്ന് പറഞ്ഞാൽ ഭേദം, അഭേദം, ഭേദാഭേദം. അഭേദം എന്ന് പറഞ്ഞാൽ ഞാനും ഈശ്വരനും ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അഭേദം. 2 അല്ല. 2 ഭേദം. ഭേദം എന്ന് പറഞ്ഞാൽ ഈശ്വരനും ഞാനുണ്ട്, അത് ഈശ്വരൻ, ഇത് ഞാനും ഈശ്വരൻ തമ്മിൽ വേറെ ആണ്, ഇപ്പോൾ വേറെയാണ് എന്നുള്ളതാണ് അഭേദം. ഭേദാഭേദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അവിടെയും കാണും, എൻ്റെ ഉള്ളിലും കാണും. ശ്രീചക്ര പൂജ ഭേദാഭേദ. കാരണം ശ്രീചക്ര പൂജേൻ്റെ ആദ്യത്തെ പാർട്ടിൽ ഞാൻ എൻ്റെ ഉള്ളിൽ ന്യാസങ്ങൾ ചെയ്യും, ഞാൻ ഈ ദേവതയാണ്, ഞാൻ എൻ്റെ ഉള്ളിൽ ശ്രീചക്ര പൂജ ചെയ്യും. പിന്നെയാണ് നമ്മൾ മേരൂല് ചെയ്യുന്നത്. പക്ഷെ ആ ചെയ്ത് കഴിഞ്ഞ അവസാനം ഇതെല്ലാം കൂടി ഒന്നാവുകയും ചെയ്യും. അപ്പോൾ ഭേദാഭേദം, അതായത് അന്തർയാഗക്രമമുണ്ട്, ബഹിർക്രമമുണ്ട്. അന്തർയാഗക്രമാരാധ്യ ബഹിർമുഖ സുദർലഭ. അന്തർയാഗം ചെയ്യുന്ന ആൾക്കാർക്കാണ് അന്തർമുഖ സമാരാധ്യ. ദേവതനെ ഉള്ളിൽ കാണുന്ന ആൾക്കാർക്ക് ആണ് ദേവത. ബഹിർമുഖ സുദർലഭ, പുറത്ത് ആരാധിക്കുന്ന ആൾക്കാർക്ക് ദുർലഭമായി മാത്രമേ ദേവതനെ കാണാൻ പറ്റൂ എന്ന് ലളിതാശാസ്ത്രം പറയുന്നുണ്ട്. കാരണം നമ്മൾ ബഹിർമുഖത്തിൽ നിന്ന് അന്തർമുഖത്തിലേക്ക് ഉള്ളിലേക്ക് വരണം. അതിനാണ് ഭാവനോപനിഷത്ത്. അതിന് ഭാവനയാണ് ആവശ്യം. കാരണം ഭാവന എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. നിങ്ങൾക്ക് ഭാവനയ്ക്ക് പരിധിയില്ല. അപരിമേയമായ വസ്തുക്കളൊക്കെ ഭാവന ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ വസ്തുവിന് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം ഭാവനയാണ്. ആ ഭാവനയിലൂടെ അങ്ങനെ ഭാവന ചെയ്ത് നമ്മൾ ഈശ്വരനെ സംശീകരിക്കുന്നതാണ് ഭാവന ഉപനിഷത്ത്. ഉപനിഷത്ത്, ഭാവന, ഈ 2 കാര്യങ്ങളാണ്. 37 സൂത്രങ്ങളാണുള്ളത്. ഇന്ന് നമ്മൾ സൂത്രത്തിലേക്ക് കയറുന്നില്ല. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരു എന്താണ് എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ മുതൽ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട്, ഇപ്പോഴും സീരിയസ് തന്നെയാണ്, പോവും. അപ്പോൾ കുറച്ച് നേരത്തെ, നമ്മൾ കറക്റ്റ് 1 മണിക്കൂർ ആയിരിക്കില്ല നമ്മളെ ക്ലാസ് ഉണ്ടാവുക. ഒരു 10-15 മിനിറ്റ് മുമ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ ദിവസവും നമ്മൾ ഖഡ്ഗമാല എന്ന് പറയുന്ന ശ്രീചക്രത്തിൽ കുറേ ദേവതമാരുണ്ട്. അപ്പം ഞാൻ ക്ലാസ്സിൽ ഓരോ ചക്രങ്ങളെ കുറിച്ചൊക്കെ പറയും. ഇത് ത്രൈലോക്യ മോഹന ചക്രം, സർവ്വ ആശാപരിപൂരക ചക്രം, സർവ്വ ആശകളെയും പരിപൂരിപ്പിച്ച് തരുന്ന ചക്രം, സർവ്വ സൗഭാഗ്യദായക ചക്രം, സർവ്വ സൗഭാഗ്യങ്ങളെ നമുക്ക് തരുന്ന ചക്രമാണിത് എന്നൊക്കെ പറയും. അപ്പോൾ സർവ്വ സൗഭാഗ്യദായ ചക്രം ഏതായിരുന്നു എന്ന് ചോദിക്കാൻ നിൽക്കരുത്. സർവാശാപരിപൂര ചക്രം ഇപ്പോൾ എവിടെയായിട്ട് വരും എന്ന് ചോദിക്കരുത്. അത് മനസ്സിലാക്കാനാണ് ആദ്യം ഖഡ്ഗമാല നമ്മൾ കാണും. അതിലിങ്ങനെ ഓരോ ചക്രങ്ങൾ, ദേവതകൾ അങ്ങനെ പറഞ്ഞു പോകും. അത് നമ്മൾ കുറച്ച് പ്രാവശ്യം അത് കേട്ടാൽ അതിൻ്റെ ലിങ്ക് ഇന്നേ നിങ്ങൾക്ക് തരും. സമയം കിട്ടുമ്പോഴൊക്കെ കാണാം.
അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാവും പറയുന്ന സാധനം എവിടെയാന്ന് മനസ്സിലാവും. അതുകൊണ്ട് നാളെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കാണണം. അതുപോലെ നാളെ അഥവാ കണ്ടില്ലെങ്കിൽ ക്ലാസ്സിന്റെ 15 മിനിറ്റും അത് 18 മിനിറ്റും കണ്ട്, അപ്പോൾ 10-20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൽഗര അത് വെക്കും. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കയറാൻ വിചാരിക്കരുത്, അതും ക്ലാസ്സിന്റെ ഭാഗമാണ്. അതുപോലെ ക്ലാസ്സിന്റെ ഏറ്റവും അവസാനം നമ്മൾ ദിവസവും ഒരു ചെറിയ മെഡിറ്റേഷൻ ഉണ്ടാവും. അന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ദേവതകളെ നമ്മൾ അതാത് സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് കൊണ്ടുവരും. അങ്ങനെ ഓരോ ദിവസവും പ്രതിഷ്ഠിച്ച് ഓരോ നമ്മളെ ശരീരത്തിൽ തന്നെ മേരുവാക്കി മാറ്റും നമ്മൾ. ഏറ്റവും അവസാന ദിവസം നമ്മൾ നട്ടൽ നിർത്തി ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് മേരു എന്ന് നമ്മൾ അനുഭവിക്കുകയും ആ മേരുവിൽ നമ്മൾ പൂജ ചെയ്യുകയും ചെയ്യും. മഹാശ്രീചക്ര പൂജ അന്തർയാഗക്രമം നമ്മൾ ചെയ്യും. അത് പിന്നെ സ്ഥിരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ആ പദ്ധതി. അതൊരു മഹാശ്രീചക്ര പൂജ തന്നെയാണ്. ഈ ചെയ്യുന്ന സാധനം പുറത്തൊരു മേരുവിൽ ചെയ്താൽ അത് ബഹിർയാഗക്രമായി, അത് ഉള്ളിൽ ചെയ്താൽ അന്തർയാഗക്രമായി മാറി. ഈ പദ്ധതിയിൽ സാധാരണ ഭേദം, അഭേദം, ഭേദാഭേദം, ഇതൊന്നുകൂടി ഞാൻ ഈ 3 ക്രമങ്ങളെ കുറിച്ചൊക്കെ നാളെ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ സൂത്രം 37 സൂത്രമുണ്ട്. ഈ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് എല്ലാവരും ഭാവനോപനിഷത്ത് ഒന്ന് കേട്ട് പഠിക്കണം. ഒന്ന് ചെല്ലുമ്പോൾ കൂടെ ചെല്ലാൻ നമുക്ക് പറ്റണം. നിത്യം ഉപാസനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഭാവനോപനിഷത്ത്. 5 മിനിറ്റ് വേണ്ട ചെല്ലാൻ വേണ്ടിയിട്ട്, 4 മിനിറ്റ് മതിയാവും പഠിച്ചു കഴിഞ്ഞാൽ ചെല്ലാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെക്കണം. അതുകൊണ്ട് അതിൻ്റെ ദിവസം ചെല്ലുന്നുണ്ടാവും, നിത്യ ചൊല്ലിയ സാധനങ്ങൾ അത് റെക്കോർഡ് ഇടുന്നുണ്ടാവും. അതുപോലെ ഓരോ സൂത്രങ്ങൾ ചൊല്ലും. നമ്മളത് കേട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി. ഈ 2 കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ സമയം ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം വലിയ ബാഹുല്യമുള്ള വിഷയമാണ്. സത്യത്തിൽ ഈ 37 സൂത്രം എടുക്കാൻ 37 ദിവസം പോരാ. ഒരു ദിവസം ഒരു സൂത്രം എടുക്കാനുള്ള സമയമേ ഉള്ളൂ. പക്ഷേ ആ സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ചുരുക്കി എടുക്കാൻ നോക്കുകയാണ്. എത്ര ദിവസം കൊണ്ട് തീരുന്നു ഈശ്വരനാണ്, എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. തീരുമ്പം തീരട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഈ ക്ലാസ് പോവുക. അല്ലാണ്ട് ഇതൊരു ഒഴുക്കാണ്. ഈ വരുന്ന കാര്യങ്ങൾ പറയാമെന്ന് മാത്രമേ പറ്റൂ. അല്ലാണ്ട് സിലബസ് വെച്ചിട്ട് ടൈം വെച്ച് ഈ സാധനം എടുക്കാൻ സാധിക്കില്ല. കാരണം ഇതൊരു ഒഴുക്കാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വേറെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. 10% കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു ഒരു ഒഴുക്കാണ്. ആ ഒഴുക്കിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഭാവനോപനിഷത്ത് എടുക്കുന്ന കാര്യത്തിൽ എന്നോട് സമയത്തിൻ്റെ ഡേറ്റ് പറയരുത്, എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് പറയരുത്. അത് തീരുമ്പം തീരും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് എടുക്കണം. നിങ്ങളൊരു പാർട്ടിസിപ്പേഷൻ അനുസരിച്ച്, എനിക്ക് ബോറടിക്കുന്ന അനുസരിച്ച് ഈ ക്ലാസ് എത്രയും നേരത്തെ നിൽക്കുന്നതാണ്. പിന്നെ ബോറടിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ കുറച്ച് കാലം ക്ലാസ് ഉണ്ടാവും. പിന്നെ ബോറടിപ്പിച്ചാൽ ചിലപ്പോൾ 6 ദിവസം ഉണ്ടാവില്ല, അതിന് മുമ്പ് തീരുകയും ചെയ്യും. കാരണം ആ രീതിയിലൊരു ഒഴുക്കാണ് ഈ വിഷയത്തിൽ നമുക്ക് വരുന്നത്. പ്രസിദ്ധമായിട്ട് അന്ന് ചോദ്യോത്തരങ്ങളുണ്ടോ? ഇല്ല, നമുക്ക് അടുത്ത ദിവസം. ഓക്കെ. അപ്പം നാളെ ക്ലാസ് ഉണ്ടാവും. നാളെ ക്ലാസ് ഉണ്ടാവുമല്ലോ? ഉണ്ട്. നാളെ ഉണ്ട്. ഓക്കെ. അപ്പം നമുക്ക് നാളെ കാണാം. അപ്പം പ്രസിദ്ധയുടെ ഈ 2 കാര്യങ്ങളൊന്നും ഇവർക്ക് ഷെയർ ചെയ്യോ? ഖഡ്ഗമാല കൊടുക്കാം, ഗ്രൂപ്പ് ഇടാം. നാളെ രാവിലെ ഇടാം. കുറച്ച് ആഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ ശേഷം നാളെ ഗ്രൂപ്പ് ഇടാം. ഓക്കെ. ഇനിയിപ്പോൾ അഥവാ നമ്മൾ ഒന്ന് പറ്റുന്ന എല്ലാവരും ആ സാധനം ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട് ഭാരതീയ ധർമ്മ പ്രചാര സഭ ഖഡ്ഗമാല എന്ന് അടിച്ചാൽ കിട്ടും. അപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ ഞാനിങ്ങനെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉണ്ടാക്കിയാണ്. അപ്പോൾ അത് തന്നെയാണ് നിരന്തരം കേൾക്കേണ്ടത്. അതിന് ക്ലാസ്സിലുള്ള ആൾക്കാരും ഇല്ലാത്ത ആൾക്കാരൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. ശ്രീചക്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടാവും. നിങ്ങൾ അടുക്കള പണി എടുക്കുമ്പോൾ വെറുതെ ആടെ ഓൺ ചെയ്ത് വെച്ചാൽ മതി. മറ്റേ ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ചേക്കുക. അതിങ്ങനെ അതിൻ്റെ വഴിക്ക് പഠിക്കോട്ടെ, നമ്മളെ വഴിക്ക് പണിയെടുക്കുക. എന്ത് പണിയെടുക്കുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവും. അത് ഒന്ന് പരിചയപ്പെട്ട് വെക്കണം. എല്ലാവരും പരിചയപ്പെട്ട് വെക്കണം. അതാണെന്ന് പറയാനുള്ളത്. അത്രേ പറയാനുള്ളൂ. അപ്പോൾ നാളെ മുതൽ നമ്മൾ ഗുരുവിനെ കുറിച്ച് പറയും. ഒരു ഗുരുവിൻ്റെ തുടക്കത്തിൽ ഒരു ശ്രീനാഥാദി ഗുരുത്രയം, ഗണപതിയും പീഠത്രയം, സിദ്ധൗകം, വടകത്രയം, പദയുഗം, ദൂതീക്രമ മണ്ഡലം, വിരാജഷ്ഠ ചതുഷ്ക ഷഷ്ടി വലകം, വീരാവലി പഞ്ചകം, ശ്രീമൻ മാലിനി മന്ത്രരാജസഹിതം, വന്ദേ ഗുരുർ മണ്ഡലം. അപ്പോൾ ഗുരുപരമ്പരയെ നമുക്ക് തുടക്കത്തിൽ നാളെ മുതൽ നമ്മൾ അങ്ങോട്ട് ഗുരുപരമ്പരയെ മുഴുവൻ സ്മരിച്ചുകൊണ്ട് ആയിരിക്കും ക്ലാസ് ആരംഭിക്കുക. അപ്പോൾ ഖഡ്ഗമാല കേട്ട് ഗുരുവിനെ സ്മരിച്ച് ക്ലാസ് എടുത്ത് അവസാനം ആ ദിവസത്തെ ദേവതകളെ ഒന്ന് സ്മരിച്ച് അവരെ അനുഗ്രഹം വാങ്ങി തൊട്ടടുത്ത ദിവസത്തേക്ക് പോകും. അപ്പോൾ ഒന്ന് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ നല്ല ദിവസമായിരുന്നു, സമ്പന്നമായ ദിവസമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാൻ പറ്റി. മഹാദേവിയുടെ കൃപയാണ്
ദേവി തീരുമാനിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ദേവിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. സോ നിങ്ങളെല്ലാവരും ദേവിയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കാരണം ഭാവനോപനിഷത്ത് പോലത്തെ ഒരു കാര്യം കേൾക്കണമെങ്കിൽ അത് ജന്മജന്മാന്തരമായി ദേവീനെ അത്രയും വിളിക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ഈ ക്ലാസ്സിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരും എനിക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും, അനവധി കാലമായി ദേവിയെ അന്വേഷിക്കുന്നവരാണ്, ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരാണ്, ദേവിയുമായി അഗമ്യമായ പ്രണയത്തിലുള്ളവരാണ്. അവർക്ക് മാത്രമേ എത്താൻ സാധിക്കൂ. പ്രണയം എന്താണെന്ന് ഞാൻ നാളെ പറയാം. കാരണം പ്രണയം ആണ് ദേവതയോട് വേണ്ടത്, ഭയമല്ല. അതെന്താ നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത ദിവസം. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ് മനസ്സഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹ. ശ്രീ ഗുരുഭ്യോ നമ, പരമഗുരുഭ്യോ നമ, പരാപര ഗുരുഭ്യോ നമ, പരമേഷ്ടി ഗുരുഭ്യോ നമ, പരപരാപര പരമേഷ്ടി ഗുരുഭ്യോ നമ. ശ്രീ ഗുരുഭ്യോ നമ.